കേട്ടോ. സാറേ, ഇതിന്റെ 1-2 കാര്യങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മള് ഇന്നിപ്പോ 11-ാം തീയതി 12, 13, 14, 15-ാം തീയതി മുതല് നമ്മളിപ്പോ സാറ് പറഞ്ഞ പോലെ ഏരിയ വൈസ് ആയിട്ട് 1-2 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ പഠിച്ച് അതാത് ജില്ലകളില് ആ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ്, അവിടെയുള്ള ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടർമാരെയും അതുപോലെ തന്നെ നമ്മളോട് ചേരാൻ പറ്റുന്ന സാമൂഹികമായിട്ട് ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള സാമൂഹ്യ പ്രബുദ്ധതയുള്ള എല്ലാവരെയും പോയി കണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതാത് ജില്ലകളിലെ ലിസ്റ്റ് ഉണ്ടാക്കി അതാത് ജില്ലകളിൽ 1-2 ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള നേതൃത്വത്തിൽ പോവുക. അത് 15-ാം തീയതി മുതൽ തീരുമാനിക്കുക. 15-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ നമ്മള് ഹോമിയോ സംഘടനകളെയും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ചികിത്സാ വിഭാഗങ്ങളെയും അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെയും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സംഘടനകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സൂം മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്ത് കഴിയുന്നത്ര ആൾക്കാരെ കൊണ്ടുവരിക. പിന്നെ നമ്മുടെ 9 മുതൽ 10 വരെയുള്ള സൂം മീറ്റിംഗിൽ അടുത്ത വരും ദിവസങ്ങളിൽ സബ്ജക്ട് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിയുന്നത്ര അവരുടെ സൗകര്യം അനുസരിച്ച് 1-2 ദിവസം 2-3 ദിവസത്തിനുള്ളിൽ അവരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കാനും നമുക്ക് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാനും ഒക്കെയുള്ള ഒരു സംവാദ വേദിയായിട്ട് നമ്മുടെ സൂം മീറ്റിംഗ് മാറ്റണം. അതിൻ്റെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സബ്ജക്ട് കമ്മിറ്റി മെമ്പേഴ്സിന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് MLA-മാര്, പ്രതിപക്ഷ നേതാവ്, ആരോഗ്യമന്ത്രി തുടങ്ങിയുള്ളവർക്കൊക്കെ അവസരോചിതമായിട്ട് വരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരാം. മറ്റ് രാഷ്ട്രീയ രംഗത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുന്ന എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമാ രംഗത്തും മറ്റു രംഗത്തുമുള്ള അങ്ങനെ ഒരു 15-ാം തീയതി വരെ നമുക്ക് പോയിട്ട് 15-ാം തീയതി മുതൽ നമ്മൾ ഡോക്ടേഴ്സിനെ തീരുമാനിച്ച് അതായത് മേഖലകളിൽ ചർച്ചയ്ക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്നു. 22-ാം തീയതിയോ 20-ാം തീയതിയോ ഉൾപ്പെടെ നമ്മള് തിരുവനന്തപുരത്ത് കൂടിച്ചേർന്ന് ബാക്കി പദ്ധതികൾ ആലോചിച്ച് പത്രസമ്മേളനം നടത്തുന്നതിനും മറ്റ് ധർണ സംഘടിപ്പിക്കുന്നതിനും നമുക്ക് സാധ്യമായാൽ അത് സാധിക്കും. ഏതായാലും ഈ നിയമസഭാ സമ്മേളനത്തിന് ബില്ല് വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജയപ്രകാശ് ഡോക്ടർക്ക് സംസാരിക്കാം. ജയപ്രകാശ് ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഹരിഹരൻ ഡോക്ടർക്ക് സംസാരിക്കാം. ഡോക്ടർക്ക് നെറ്റ് പോയെന്ന് തോന്നുന്നു. ഡോക്ടർ ഹരിഹരൻ ഹലോ പറഞ്ഞോളൂ. കേൾക്കാമോ? ഞാൻ കേൾക്കാം. എനിക്ക് ഇതിനകത്ത് ഇത്രയും പേര് സംസാരിച്ചതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് നമ്മുടെ സെക്രട്ടറിയുടെ പ്ലാനിങ് ആണ്. അതെന്താന്ന് വെച്ചാൽ, ഒന്ന്, വാഹന പ്രചാരണ ജാഥ എത്രയും പെട്ടെന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങുക. അത് എല്ലാ ജില്ലാതലത്തിലെ കളക്ട്രേറ്റിന്റെ മുൻവശത്ത് സംഘടിക്കുമ്പോൾ ആ ജില്ലയിലുള്ള എല്ലാ ഹോമിയോ ഡോക്ടർമാരും അന്ന് ഡിസ്പെൻസറി അടച്ചിട്ട് ജില്ലാ പ്രചരണ ജാഥയുടെ കൂട്ടത്തിൽ ആ ഡിസ്ട്രിക്റ്റിലേക്ക് കയറുമ്പം കൂടെ വന്ന് കളക്ട്രേറ്റിൽ മീറ്റിംഗ് അവിടെ വെച്ച് വേണം കൂടാൻ. കാര്യം ഔദ്യോഗിക തലത്തിലാണ് നമുക്ക് എതിര് കൂടുതൽ, അത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത് മാറ്റണം. പിന്നെ അങ്ങനെ ആ ദിവസം ഡിസ്ട്രിക്റ്റിലുള്ള ആലപ്പി കളക്ട്രേറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും ആ ചേർത്തല തൊട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ആലപ്പുഴ കളക്ട്രേറ്റിൻ്റെ മുൻവശത്ത് കൂടുകയും ഇത് വിശദീകരിക്കുകയും ചെയ്യണം. പിന്നെ അതിനുശേഷം അന്ന് എല്ലാ ഹോമിയോ ഡിസ്പെൻസറിയും അടച്ചിട്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പിന്നെ മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 22-ാം തീയതി സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഒരുമിച്ച് കൂടും. അന്നത്തെ ദിവസം പ്രതിഷേധമായിട്ട് എല്ലാ ഹോമിയോ ഡിസ്പെൻസറിയും അടച്ചിടുകയും ബ്ലാക്ക് ഫ്ലാഗ് അവിടെ തൂക്കുകയും വേണം നമ്മുടെ ഡിസ്പെൻസറിയുടെ മുൻവശത്ത്. അത് എന്തിനാണെന്നുള്ളതിന് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി വെക്കണം. ഡിസ്പെൻസറി അടച്ചിട്ടിട്ട് ഒരു ബ്ലാക്ക് ഫ്ലാഗ്. പിന്നെ ഈ പോരുന്ന പോക്കില് കോളേജുകളിൽ നമ്മൾ കയറണം, അവിടെയും മീറ്റിംഗ് നടത്തണം. കോളേജുകളിൽ മീറ്റിംഗ് നടത്തുമ്പോഴും അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ഹോമിയോ ഡോക്ടർമാരും ആ ഡിസ്ട്രിക്റ്റിലുള്ള ഹോമിയോ ഡോക്ടർമാരും അവിടെ ഉണ്ടാവണം.
എല്ലാ ഹോമിയോ ഡോക്ടർ ആതുരാശ്രമത്തിൽ ചെല്ലുമ്പോൾ കോട്ടയത്തുള്ള എല്ലാ ഡോക്ടർമാരും ആ ആതുരാശ്രമത്തിന്റെ മുൻവശത്ത് നമ്മൾ വന്നിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ആ മൂവ്മെന്റ് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നമുക്ക് എൻഡ് ചെയ്യുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ ഹോമിയോ ഡോക്ടർമാരും സെക്രട്ടേറിയറ്റ് വരണം. വന്നിട്ട് നമുക്ക് അവിടെ കൂടി ഇത് വിശദീകരിക്കുകയും മിനിസ്റ്റേഴ്സിനെ കാണുകയും പിന്നെ പത്രസമ്മേളനം നടത്തുവോ എല്ലാം ചെയ്യാം എന്നാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. അതിൽ ഞാൻ സെക്രട്ടറിയെ അഭിനന്ദിക്കുന്നു. വളരെ നല്ല പ്ലാനിങ് ആണ്. നമുക്ക് ദേവനിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്തോ കാര്യങ്ങൾ ആഡ് ചെയ്യാനാണ്. ഡോക്ടർ ദേവൻ. ഷഫീഖ് ഡോക്ടർ സംസാരിക്കും. ഇല്ല, സംസാരിച്ചിട്ടില്ല. ഷഫീഖ് ഡോക്ടർ സംസാരിക്കില്ല. ഷഫീഖ് ഡോക്ടർ. ഹലോ ഹലോ. ഷഫീഖ് ഡോക്ടർ. അദ്ദേഹം എനിക്ക് മുമ്പ് കൈ ഉയർത്തിയതാണ്. ഞാൻ അതിനുശേഷം ഷഫീഖ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പ്രസ് കോൺഫറൻസ് നടത്തുന്നത് മെയിനായിട്ട് 3 സോണിൽ, അതായത് ട്രിവാൻഡ്രം, എറണാകുളം, കാലിക്കട്ട് 3 സ്ഥലത്തും നടത്തുക. അതിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ആങ്സൈറ്റി പത്രക്കാരെടുത്ത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അത് ന്യൂസായിട്ട് വന്നു കഴിഞ്ഞാൽ പബ്ലിക് അത് മനസ്സിലാക്കും. അങ്ങനെ ഒരു ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഡോക്ടേഴ്സ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പൊതുജനങ്ങളെ കൊണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്താലും ചിലപ്പോൾ ഇതൊന്നും സക്സസ് ആവാൻ പോകുന്നില്ല. ഒരുപക്ഷെ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ കേസിന് പോകുന്നെങ്കിൽ തന്നെയും അതും പബ്ലിക്കിനെ കൊണ്ട് നമ്മുടെ സപ്പോർട്ടോട് കൂടി ചെയ്യിപ്പിക്കുക. അത് പൊതു താല്പര്യ ഹർജിയായിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ, കാരണം അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. കാരണം ഒരാളിന് സ്വന്തമായിട്ട് എനിക്ക് എന്ത് ചികിത്സ എടുക്കണം എന്നുള്ളതിന് കടന്നാക്രമിക്കുന്ന ഒരു ഇതാണ് ഇതിൽ വരുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ വാഹന പ്രചരണ ജാഥയൊക്കെ നമ്മളിപ്പോ ഒന്ന് നടത്തിയതാണ്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. നടത്താൻ പറ്റുമെങ്കിൽ കൊള്ളാം. പക്ഷേ അല്ലാതെ നമ്മളൊരു സ്ട്രെങ്ത് കാണിക്കാൻ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ, അതിന് മെയിനായിട്ട് കോളേജ് കുട്ടികളെ സപ്പോർട്ടോട് കൂടി തന്നെ അവരെ മെയിനായിട്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് ബാക്കി നമ്മളെല്ലാം പങ്കെടുത്ത് അതിൽ ലവേഴ്സിനും പറ്റുന്നവരെ മാക്സിമം പങ്കെടുപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങൾക്കാണ് ഇത് പ്രശ്നമാകുന്നത് എന്ന് തന്നെ ഇതിൽ കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യണം. എങ്കിലേ ഇത് നമ്മൾ വിചാരിക്കുക, എങ്കിലേ ഗവൺമെന്റുകൾക്കും ഒരു ആട്ടം വരത്തുള്ളൂ. അല്ലാതെ ഡോക്ടേഴ്സിന്റെ പ്രശ്നമായിട്ട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാർക്കൊന്നും അത് ഒരു പ്രശ്നവും ആയിട്ട് തോന്നില്ല. അത് പബ്ലിക്കിനെ അഫക്ട് ചെയ്യണതായിട്ട് പബ്ലിക് അതിപ്പം ഞാൻ പറയുന്നത് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ പ്രസ് മീറ്റില് പബ്ലിക്കിന്റെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അവരെ കൊണ്ട് അഭിപ്രായങ്ങൾ പറയിപ്പിക്കണം. നമ്മളെ ലവേഴ്സ് പലരും അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ന്യൂസായിട്ട് വരുമ്പോൾ പബ്ലിക് കൂടുതൽ അതറിയാൻ സാധ്യതയുണ്ട്. ആ രീതിയിലൊരു നീക്കം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ലീഗലായിട്ട് നമ്മൾ പോകാൻ ഇപ്പോഴേ തന്നെ ഒരു പ്രീ പ്ലാന്റ് ചെയ്തോളണം. അതും പബ്ലിക്കിനെ കൊണ്ട് തന്നെ പോണ രീതിയിലല്ല, ഡോക്ടേഴ്സ് പോണ രീതിയിൽ ആവണേനേക്കാളും മറ്റതായിരിക്കും എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നല്ല സജഷൻ ആണ്. നമുക്കിനി ഡോക്ടർ MC തോമസിലോട്ട് പോവാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എൻ്റെ അഭിപ്രായത്തില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഗവൺമെന്റ് ഹോമിയോ ക്ലിനിക്കുകളുടെ വാതിക്കല് സ്പീക്കറോ അല്ലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു ബോധവൽക്കരണം, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഉള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നത്. കാരണം ഗവൺമെന്റ് ഹോമിയോ ക്ലിനിക്കിന്റെ അടുത്തെന്ന് പറയുന്നത് അവിടെ വരുന്ന പബ്ലിക്കാണ്. അപ്പൊ അവർക്ക് ഹോമിയോപ്പതി കുറെ കൂടെ അഫെക്ഷൻ കാണും ഹോമിയോപ്പതിയുമായിട്ട്. അപ്പൊ അവരോട് ഇന്ന പോലെ സംഭവിക്കാൻ പോകുന്നു എന്ന് സംസാരിക്കുകയും മാത്രമല്ല ഈ പോസ്റ്റ് ഓഫീസ് അതുപോലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ മുമ്പിൽ കുറച്ച് മീറ്റിംഗ് പോലെ, ഒരു പ്രതിഷേധ മീറ്റിംഗ് പോലെ നടത്തുന്നത് കുറെ കൂടെ നല്ലതായിരിക്കും. കാരണം ഞാനാണെങ്കിൽ ഹരിപ്പാടാളോ അല്ലെങ്കിൽ അമ്പലപ്പുഴയോ അല്ലെങ്കിൽ മാവേലിക്കരയോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതാത് സ്ഥലങ്ങളിലുള്ള ഡോക്ടേഴ്സ് ഒരു 10, 20, 15, 25, 35 ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ കൂടിയിട്ട് ഒരു പ്രതിഷേധ മീറ്റിംഗ് നടത്തുന്നത് കുറെ കൂടെ ബെറ്റർ ആയി, കുറെ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട്? തീർച്ചയായും നല്ല സജഷൻ ആണ്. നമുക്കിനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ.
അതായത് നമ്മൾ ഈ ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാരാചരണം പോലെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. ആ സമയത്ത് നമ്മളുടെ ക്ലിനിക്കുകളിൽ നമ്മൾ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ക്ലിനിക്കുകളിൽ വരുന്ന നമ്മളുടെ രോഗികളോട് തന്നെ പറയണം, നിങ്ങൾക്ക് ഇനി നമ്മൾക്ക് മരുന്ന് തരാൻ കഴിയുമോ, നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ ഇനി ആശങ്കയുണ്ട് എന്ന തരത്തിൽ നമ്മുടെ പേഷ്യൻസിനോട് നമ്മൾ പറഞ്ഞു തുടങ്ങണം. നിങ്ങൾക്ക് ഇനി നമ്മളുടെ അടുത്ത് വന്നിട്ടും കാര്യമില്ല, നിങ്ങൾ വന്നാൽ നമുക്ക് നിങ്ങളെ ചികിത്സിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ന് നമ്മളുടെ പേഷ്യൻസിനോട് പറഞ്ഞു തുടങ്ങുക കൂടി വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുക. അപ്പോ ഒരു കാര്യം കൂട്ടിച്ചേർക്കലാണ്. കഴിഞ്ഞ കോഴിക്കോട് മീറ്റിംഗിൽ, സർക്കാർ വിളിച്ച മീറ്റിംഗിൽ എൻ്റെ ഒരു പേഷ്യന്റ്, അയാളും പേഷ്യന്റും സഹോദരൻ വന്നിട്ടുണ്ട്. ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഹോമിയോപ്പതി ചികിത്സ ഉള്ളതുകൊണ്ട് SLE വിത്ത് കോംപ്ലിക്കേഷൻസ്, ഓൾ ഡിസീസ്, സ്ക്രീൻ ഫെയിലർ ഉണ്ട്, എല്ലാം ഉണ്ട്. അവരിതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഹോമിയോപ്പതി ചികിത്സയിൽ അങ്ങ് ജീവിച്ചു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ടാകുമെങ്കിലും അത് ലാസ്റ്റ് ബ്ലഡ് അവർക്ക് കൂടിയാണ്. ബ്ലഡ് കൂടിയിട്ട് ഛർദ്ദിക്കുക, അങ്ങനത്തെ രോഗിയാണ്. അപ്പൊ ഞാൻ അവർ തമാശയായിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ബില്ലൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവരവിടെ വന്നു, ആ മീറ്റിങ്ങിൽ വന്നിട്ട് അവർ എണീറ്റ് നിന്ന് കാര്യം പറഞ്ഞു. അപ്പോഴേ പറഞ്ഞു എന്താണ്, ചില ആളുകൾ ഹോമിയോപ്പതിക്കാരും കേട്ടോ, പബ്ലിക്ക് മാത്രമല്ല ഹോമിയോപ്പതിക്കാരും ജനങ്ങൾ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞ. അവിടെ അതേ കാര്യം തന്നെ മന്ത്രി ഇവിടെ പുറത്തിറങ്ങിയിട്ടും പറഞ്ഞു, ഹോമിയോപ്പതിക്കാരും എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഹോമിയോപ്പതിയും ജനങ്ങളെ. നമ്മളെന്താ തെറ്റിദ്ധരിപ്പിച്ചത്? നമ്മൾ ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? വസ്തുതകൾ പറഞ്ഞതല്ല, വേറെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ രീതിയിലാണ് പോക്കുകൾ, ഇതിന്റെ രീതിയിലെ പോക്കുകൾ. അത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. പഠിക്കേണ്ടത് സാറേ, ഇതുമാതിരി എന്ത് ചെയ്താലും ഇതുമാതിരി ആൾക്കാർ പറയും. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ അബ്ദുൽ ലത്തീഫ് സാർ എത്തിയിട്ടുണ്ട്. സാറിനോട് പോവാണ്. ഓക്കെ സുഹൃത്തുക്കളെ, എനിക്ക് തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് സൗണ്ട് കിട്ടി. ഞാൻ എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് അറിഞ്ഞു. സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത് നന്നായി. അപ്പോൾ നമുക്കിപ്പോൾ ഈ മീറ്റിങ്ങിൽ, അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക മീറ്റിംഗ്, അതായത് നമ്മുടെ പബ്ലിക്കിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസ് മീറ്റിംഗ് നടത്തുന്നത് നന്നായിരിക്കും. തിരുവനന്തപുരത്ത് മാത്രം കേന്ദ്രീകരിച്ച് പോയാൽ ഇപ്പോഴത്തെ പല പത്രങ്ങളും പല ജില്ലയിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ന്യൂസും കിട്ടില്ല. അപ്പൊ ഇതിനു വേണ്ടി ലോക്കലായിട്ട് നമ്മൾ കുറെ ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് കഴിയുന്നിടത്തോളം പേഷ്യൻസിനെ മാത്രം ഉൾപ്പെടുത്തരുത്. അത് 1-2 പേര് നിന്നോട്ടെ. അല്ലെങ്കിൽ മറ്റേ പത്രക്കാര് അവിടെ വരുന്നവർ മിടുക്കന്മാരാണ്, ആരോപിക്കും, നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടല്ലേ വന്നത്. മറ്റൊരാണെങ്കിൽ അത് പറയും, ഞങ്ങള് വ്യാപകമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ്, ഞങ്ങൾ ഇവിടെ ആരുടെയും ചികിത്സയ്ക്ക് പോയിട്ടില്ല, പക്ഷെ ഞങ്ങൾ അറിഞ്ഞു, സത്യം എവിടെയാണ് നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലൊന്നും ഞങ്ങളെ ഒതുക്കി നിർത്താൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന് നമ്മൾ പറയുന്ന കൊള്ളാവുന്ന ആൾക്കാരുണ്ട്, അവരെ ഉൾപ്പെടുത്താം. അപ്പൊ ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാം. പിന്നെ അവിടെ വിതരണം ചെയ്യാനും പബ്ലിക്കിന് വേണ്ടി പണ്ടൊരിക്കൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 60 ലക്ഷത്തോളം നോട്ടീസാണ് വിതരണം ചെയ്തത്. ഇത് നമ്മൾ ഉടൻ തന്നെ ചെയ്യണം. ഈ മോഡേൺ മെഡിസിൻ കൊടുക്കുക, അല്ലെങ്കിൽ അലോപ്പതി, അലോപ്പതി എന്നുള്ള ഭാഷ ഇഷ്ടമല്ല, മോഡേൺ മെഡിസിൻ ചികിത്സിക്കുന്ന രോഗികൾക്ക് വരുന്ന സൈഡ് എഫക്റ്റ് ഇപ്പൊ നെറ്റിൽ കയറിയാൽ എണ്ണി കിട്ടും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പൈസ തിരക്കേടില്ല, അതിനുവേണ്ടി ചെലവാക്കുക. അല്ല നമ്മൾ ബസ്സിലൊന്ന് പോയിട്ട് വലിയ ജാഥ നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. അവസാനം നമ്മൾ കോടതിയിലെത്തണം. അതോടുകൂടി ഇവന്മാരെ നാവടക്കണം. അതിനിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് സൈഡ് എഫക്റ്റ് ഓഫ് ദി പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ്, ബാൻ ചെയ്ത ഡ്രഗ്സിന്റെ പേര് എണ്ണി പറയണം. അതോടൊപ്പം തന്നെ നമ്മൾ തുറപ്പുകുലാൻ കിട്ടിയിരിക്കുകയാണ് 1000 കോടി രൂപയാണ് അവന്മാർക്ക് കമ്മീഷൻ കൊടുത്തത്. അത് ഒറ്റത്തിൽ ഒരു മരുന്നിന്. അപ്പൊ ബാക്കി എത്ര മരുന്നുകൾക്ക് എത്ര 1000 ലക്ഷം കോടി രൂപയാണ് പറ്റിക്കുന്നത്, ജനങ്ങളെ വഞ്ചിക്കുന്നത്. സൈഡ് എഫക്റ്റ് നമ്മൾ പറഞ്ഞ് എണ്ണി പറയുക. അതിനുവേണ്ടി നടത്തെല്ലാം നമ്മൾ പ്രഖ്യാപനം ചെയ്യുക. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ?
ആ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നേ പറഞ്ഞ ആളുകളെല്ലാം ഇതിന്റെ സത്യാവസ്ഥകളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് 47 വയസ്സുള്ള എൻ്റെ സുഹൃത്ത് പയ്യനോട് പറയാനുള്ള 37 വയസ്സായ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ ഒരു കാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മളെല്ലാം ഒരു കാലത്ത് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഇനി അത് വരും തലമുറക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവർക്കൊക്കെയാണ് ഇനി അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അവരും നമ്മളെല്ലാ കോളേജിലെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാവരും കൂടെ സംഘടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഒരു ലവർക്കുണ്ടായ ആവേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ഫൈറ്റിങ്ങിന് ഇറങ്ങണമെന്നാണ്. താങ്കൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ താങ്കളുടെ കൂടെ എന്ത് കാര്യത്തിനും ഞാനുണ്ടാവും, അത് ഉറപ്പാണ്. അന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള സുഹൃത്തുക്കളെ പറഞ്ഞതെല്ലാം കാര്യകാരണ സഹിതവും നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് ഈ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ സുഹൃത്തെ, അങ്ങനെയല്ലയോ? Thank you for opinion. Okay. ധർമ്മരത്നം. അതെ, അൺമ്യൂട്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലെ ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് കഴിയുന്നത്ര അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റും. ഷെയർ ചെയ്യണം. അതില് പ്രധാനമായിട്ടുള്ള സെന്റൻസ് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ചികിത്സിക്കാനുള്ള സ്വാതന്ത്ര്യവും നിലനിർത്തണം. എന്നിട്ട് 1-2 പേര് ഇതിന്റെ സമ്മറി കൊടുക്കുകയും ചെയ്യാം. വളരെ ഷോർട്ടായിട്ട് അത് ഗ്രാജുവലി നമുക്ക് കഷ്ണമായിട്ട് ചെയ്താലും മതില്ല. വലിയ ലോങ് ആയിട്ട് വേണ്ട, ചെറിയ ഇതായിട്ട് ചെയ്യാൻ പറ്റണം. പ്രവീൺ സാറെ ഒന്ന് ചോദിച്ചോട്ടെ, ചികിത്സ അവര് നിരോധിച്ചിട്ടില്ല. അവരതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അസുഖങ്ങളെ ചികിത്സിക്കുവാനുള്ള അവകാശമാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭാവി തലമുറ ഈ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാതിരിക്കും. കാരണം ഈ ബിരുദം എടുത്തുകൊണ്ട് ജനങ്ങളെ ചികിത്സിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് ഈ സാധനം എന്നുള്ള രീതിയിലേക്കാണ് അവരത് കൊണ്ടുവരുന്നത്. അപ്പോ നിലവിലുള്ള നിലവിലുള്ള നിയമത്തിലെ ഒരു മാറ്റവും ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റബിൾ എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെ നിന്നാൽ മാത്രമാണ് നമുക്ക് അല്പമെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ സുഹൃത്ത് പറഞ്ഞത്, നമ്മുടെ ഈ ബഹുമാന്യനെ സുഹൃത്ത് പറഞ്ഞ മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. തീർച്ചയായും പ്രവീൺ ഡോക്ടർ. സാറേ, ഞാൻ സാറിനൊരു അപരിചിതനല്ല, ഞാൻ ഫൈസലാണ്, ഫൈസൽ മെലഡിയാണ് സാർ. മനസ്സിലായി. എന്നാലും മുഖം കാണാത്തതുകൊണ്ട് ഞാൻ ഊഹം വെച്ച് പറഞ്ഞതാണ്. ഹലോ, നമ്മള് ഈ പ്ലാനിങ്ങിലേക്ക് കിടക്കണം. നമ്മളിപ്പോ ഈ പറഞ്ഞ തരത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കണം. അതുപോലെ തന്നെ അത് ഓരോ ജില്ലകളിലും ഓർഗനൈസ് ചെയ്യുന്നതിന് ഓരോ ടീമിനെ നിശ്ചയിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് കാര്യങ്ങളിലേക്ക് സാറേ, ഇപ്പോഴത്തെ ചർച്ച വളരെ പ്രധാനം. നമ്മൾ ആദ്യം നിലപാടും നയവുമാണ് വ്യക്തമാക്കേണ്ടത്. നമ്മൾ എന്ത് നിലപാടിൽ പോകുന്നു, നിലവിലുള്ള ഈ ആരോഗ്യ നിയമത്തിന്റെ വിഷയത്തിൽ അതിലൂടെ അവർ നടത്താൻ പോകുന്ന അവരുടെ ഗൂഢോദ്ദേശത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള നയമായിരിക്കണം നമ്മൾ രൂപീകരിക്കേണ്ടത്. നിലവിൽ നമുക്കുള്ള ഒരു അവകാശങ്ങളിലും, ഹോമിയോപ്പതിക്കുള്ള ഒരു അവകാശങ്ങളിലും തൊടാനോ ഭേദഗതിക്കോ തയ്യാറാകാൻ അനുവദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ പോകുന്നു. അതല്ല പ്രവീൺ സാർ പറഞ്ഞതുപോലെ ഒരു മൗലികമായ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു വ്യക്തത നമുക്ക് ഉണ്ടാകണം. ആദ്യം ഏത് രീതിയിൽ നമ്മൾ നിലപാടെടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇതൊരു ഗൂഢാലോചനയാണെന്ന് തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആദ്യം ഒരു ചെറിയ ബില്ല് ഇപ്പൊ വരുന്നുള്ളൂ. ഈ ബില്ലല്ല, ഇനി ഇതിന് പിറകിൽ ഇത് മൊത്തം ഈ ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഇല്ലാതാവുന്ന രീതിയിലേക്ക് ഇത് പോകും. അന്ന് 100% ഉറപ്പാണ്. പക്ഷെ അന്നും ഇപ്പൊ ഇത് പറയുന്ന നേരം നമുക്കത് വിശ്വസനീയമാകില്ല. പക്ഷെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അടുത്ത ബില്ല് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ശക്തമായ രീതിയിൽ ഒരു തരത്തിലും നിലവിലുള്ള കേരളത്തിന് മാത്രമുള്ള മഹനീയമായ സംവിധാനത്തെ ഒരു തരത്തിലും ഇടപെടാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ചർച്ചയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. തീർച്ചയായും ആ രീതിയിൽ ഉറച്ചു നിന്ന് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതല്ലെങ്കിൽ
ഇപ്പോഴിങ്ങനെ പോകട്ടെ എന്ന് കണ്ണടച്ചാൽ അവർ നമ്മുടെ മേത്തുകൂടെ തലയെ കൂടി കയറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ചവിട്ടി ചവിട്ടി തലയുടെ മേലിൽ തന്നെ ചവിട്ടി താഴോട്ട് തന്നെ താത്തും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. അതുകൊണ്ട് സർക്കാർ ഡോക്ടർമാരെയും ഇതിലോട്ട് കൊണ്ടുവന്നൂടെ? സർക്കാർ ഡോക്ടർമാർ ഇപ്പൊ കയ്യിൽ കാശ് കിട്ടുന്നത് കൊണ്ട് അവരതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം അവർക്ക് ഇപ്പൊ ഈ അന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവരത് മാത്രം ചിന്തിക്കുന്നവരാണ്. ഇനി അനങ്ങി പോയാൽ ചിലപ്പോൾ നാളെ ശമ്പളം കിട്ടാതെ വരുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടും നടപടി ഉണ്ടാകുമോ എന്ന് പേടിച്ചും മാറുന്നവരായിരിക്കാം. പിന്നെ മൊത്തത്തിൽ അങ്ങനെയല്ല അവരുടെ ഡോക്ടർ ജ്യോതിലക്ഷ്മി വിളിച്ചു. ഡോക്ടർ ജ്യോതിലക്ഷ്മി. ഹലോ, കേൾക്കാമോ ഡോക്ടർ? കേൾക്കാം കേൾക്കാം. എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഇപ്പോഴും പല ഹോമിയോ ഡോക്ടേഴ്സിനും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. പലർക്കും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. പിന്നെ പൊതുജനത്തിന്റെ കാര്യം പറയാനില്ലല്ലോ, പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മളെ പേഷ്യൻസ് വരുമ്പോ അവരോടൊക്കെ ഇത് പറയുമ്പോഴും പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ആരും അറിയുന്നില്ല ഈ കാര്യങ്ങള്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോഴും അച്ഛൻ അതാ പറഞ്ഞു, ഇത് പബ്ലിക് അറിയണ്ടേ മോളെ, ഇത് എല്ലാരും അറിഞ്ഞാലല്ലേ പ്രതികരിക്കുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മള് പത്രമാധ്യമങ്ങളിലോ ഈ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പ്രവീൺ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഷോർട്ടായിട്ടുള്ള റൈറ്റപ്സോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസോ ഒക്കെ കൊടുക്കുന്നത് പബ്ലിക് അവയർനെസ് ഉണ്ടാക്കാൻ ഒത്തിരി ഉപകാരപ്പെടും. അത് നമുക്ക് ഇതിനിടയിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും നാളെ മുതൽ തന്നെ മേഡം പറഞ്ഞതിനെ നമുക്കൊരു പ്രതിരോധിച്ചു നിർത്താനേ പറ്റുള്ളൂ. കാരണം നമ്മൾ ക്യാഷ് കൊടുത്ത് മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കെടുക്കാതെ ഒരാളും ഒരു ഔദാര്യത്തിനും ഇത്തരം പൊള്ളുന്ന വിഷയമൊന്നും ഏറ്റെടുക്കാൻ മേലാളന്മാരെ അനുവദിക്കില്ല. അപ്പൊ ഇതിന് വേണ്ടത് പണം തന്നെയാണ്. ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്പോട്ടുകളെ വിലക്കെടുത്ത് സ്പോൺസേർഡ് പ്രോഗ്രാമായിട്ട് നമ്മൾ ഈ പ്രചരണം നടത്തേണ്ടി വരും. അല്ലാതെ ഇതൊന്നും ആരും ചെവിക്കൊള്ളരുതെന്നുള്ള കർക്കശമായ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്നുണ്ടാവും. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടേ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും സർ, നമുക്കിപ്പോ പത്രത്തിൽ ഒരു റൈറ്റപ്പ് എഴുതി കൊടുക്കുന്നത് കൊണ്ട് അവര് പ്രസിദ്ധീകരിക്കില്ല എന്നുണ്ടോ? നമ്മളെ റൈറ്റപ്പ് കൊടുത്തെന്ന് വെച്ച് പ്രസിദ്ധീകരിക്കണമെന്നില്ല. കാരണം നമ്മള് ഈ കോവിഡ് കാലത്ത് ഒരു ആർട്ടിക്കിൾ എഴുതി എല്ലാ മാധ്യമങ്ങളിലും എത്തിക്കുകയും അവരുമായിട്ട് നിരന്തരം സംസാരിക്കുകയും അവസാനം എല്ലാവർക്കും തെളിവ് സഹിതം 5 വീഡിയോസ് വീതം അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും അത് തിരസ്കരിക്കുക ചെയ്തത്. അവസാനം കേരളാമതി പത്രം മാത്രമാണ് ഇത് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുകയും കണ്ടതിന് ശേഷം നമ്മളെ വിളിച്ചിട്ട് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളുടെ റൈറ്റപ്പ് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ കോവിഡിന് ഹോമിയോപ്പതി ചികിത്സയുണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ലേഖനം എഴുതിയത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ആ ലേഖനം ഈ മറ്റ് മാർഗങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും നടന്നില്ല. കാരണം അത്ര കണ്ട് വിലക്കുകളാണ് അവരുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നത്. പക്ഷെ കേരളാമതി ആ ഒരു ധൈര്യം കാണിക്കുകയും ആ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതുപോലെ ഈ ഒരു വിഷയത്തിൽ പക്ഷേ പൈസ കൊടുത്താൽ പോലും ചിലർ തയ്യാറായി വരില്ലെന്നാ എനിക്ക് തോന്നുന്നു. പൈസ കൊടുത്താൽ പോലും നമുക്ക് സ്പോട്ട് തരുമെന്ന് അറിയില്ല. അല്ല, അങ്ങനെ നമ്മൾ അവർക്ക് സംസാരിക്കണ്ട. നമുക്കിപ്പോ ഈ ഒരു 10 ദിവസം കൊണ്ട് നടത്തുന്ന ക്യാമ്പയിൻ നല്ലൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ ചലനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തീരുന്ന ദിവസം ഇന്ന് നടത്തുന്ന 20-ാം തീയതി 21-ാം തീയതി നടത്തുന്ന പത്രസമ്മേളനത്തോടനുബന്ധിച്ച് നമ്മളൊരു എല്ലാ മാധ്യമങ്ങൾക്കും കുറിപ്പ് കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ടം വരും. അതിനനുസരിച്ച് നമുക്കൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളും അത് പബ്ലിഷ് ചെയ്യാൻ ബാധ്യസ്ഥരായി മാറും. അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അവരവർക്ക് എഴുതാവുന്ന ആർട്ടിക്കിളുകൾ ഇത് സംബന്ധിച്ച് എഴുതി സ്വാധീനമുള്ള ആൾക്കാരുടെ വഴി മാധ്യമങ്ങളിൽ എത്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ആ രീതിയിൽ എല്ലാവരും ലേഖനങ്ങൾ എഴുതുകയും അത് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, കയറി പറഞ്ഞോട്ടെ. അതായത് നമുക്ക് ഈ പത്രത്തിന്റെ ഇവരൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിക്കാരാണ്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇൻചാർജ് ആയിട്ടിരുന്നപ്പം കുറിച്ചിയിൽ ഒരിക്കലും പോസിറ്റീവ് ഇടുകയില്ല, നെഗറ്റീവ് ഉണ്ടെങ്കിൽ തലയ്ക്കത് ഇടാനുള്ളവരാ. എന്നാൽ ഞാൻ പറഞ്ഞു അങ്ങനെ നെഗറ്റീവ് എങ്കിലും ഇടാൻ പറഞ്ഞു. അതുപോലെയുള്ള ആൾക്കാരാണ്, ഇവരുടെ മനോഭാവം അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. കാരണം നമ്മൾ ഒരു ജനറലായിട്ടൊരു ഇതിട്ടിട്ട് അത് നമ്മുടെ ഇപ്പം എനിക്ക് ഒരു 20 ഇതുണ്ട്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെയെല്ലാം നമ്മൾ പ്രചരിപ്പിക്കുക, ഇത് പൊതുജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുക.
അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇത് ഈ പേപ്പർകാരുടെയോ ബാക്കിയുള്ളവരുടെയോ മുമ്പിൽ പോകാതെ ഇതെല്ലാവരുടെയും മുമ്പിൽ എത്തും. ഒന്ന് വായിക്കുന്നവരുണ്ട്, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വായിക്കുന്നവരുണ്ട്, അവിടെ നമുക്ക് എത്തിക്കാൻ പറ്റും. ബാബുരായ് ഡോക്ടർ സാറേ, ഇപ്പം ഈ നിങ്ങൾ ഈ പറയുന്ന പ്രക്ഷോഭമൊക്കെ പരിപാടികൾ നടന്നു കഴിഞ്ഞാൽ 4-ാം പേജിലോ 5-ാം പേജിലോ ഒരു കോളം ചർച്ചയായി മാത്രം ഒതുങ്ങുന്ന വിഷയമായിട്ട് അതങ്ങ് തീരും. താല്പര്യമുള്ള ആൾക്കാർ വായിക്കും. നമുക്കിങ്ങനെ 1-ാം പേജിൽ കയറാം എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകും നടക്കും. ഫൈസലേ, ഒരു മിനിറ്റ്. എനിക്ക് 2 നിർദ്ദേശങ്ങൾ വെക്കാനുണ്ട്. ഒന്ന്, നമ്മള് ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അന്ന് നമ്മൾ ഒരു ലൈറ്റ് എ ലാമ്പ് ഫോർ ഫ്രീഡം ഫോർ ഹെൽത്ത് എന്നുള്ള രീതിയിൽ പറ്റുന്നത്ര ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് എല്ലാ ചികിത്സകരോടും, അത് ഏത് ചികിത്സാ രീതി എന്നില്ല, എല്ലാവരോടും ലൈറ്റ് എ ലാമ്പ് ഫോർ ഹെൽത്ത് ഫ്രീഡം, അത് എല്ലാ തരത്തിലുള്ള ആളുകളോടും ഓഗസ്റ്റ് 15-ാം തീയതി അങ്ങനെ ഒരു ലാമ്പ് വൈകുന്നേരം ഒരു 7 മണിക്ക് കൊളുത്തി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് അവിടെ എല്ലാം പോസ്റ്റ് ചെയ്യാൻ പറയണം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാൻ പറയുക. അത് ഫസ്റ്റ് ഘട്ടമായിരിക്കണം. പിന്നെ നമ്മൾ ഇപ്പോ സെക്രട്ടറിയും മറ്റേ ഹരിഹരൻ ഡോക്ടറും എല്ലാം പറഞ്ഞ പോലെ ഒരു കരിദിനം ആഘോഷിക്കുക. ക്ലിനിക്ക് അടച്ചിട്ട്, അത് നമ്മൾ തിരുവനന്തപുരത്ത് കൂടുന്ന അന്ന് 22-ാം തീയതിയോ ഏത് ദിവസം ആ ദിവസം നമ്മൾ കരിദിനം ആചരിച്ച് നമ്മുടെ ക്ലിനിക്കിന്റെ മുന്നിൽ കറുത്ത കൊടി കുത്തി നമ്മൾ അന്ന് ക്ലിനിക്ക് അടച്ചിട്ട്, കഴിയുന്നത്ര എല്ലാവരും ക്ലിനിക്ക് അടച്ചിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ധർണ സംഘടിപ്പിക്കുന്നു. അത് 2 പ്രത്യക്ഷമായ സമര പരിപാടികൾ. പിന്നെ നാളെ മുതൽ നമ്മുടെ സൂമില് ഈ എന്ത് കമ്മിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബില്ലിന്റെ ചർച്ച നടക്കുന്നത്? കോൺഫെഡറേഷൻ കമ്മിറ്റി. അല്ല ഫൈസല്, നമ്മുടെ ഈ MLA-മാരുടെ ഒരു സബ്ജക്ട് കമ്മിറ്റി മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് ചർച്ച നടത്താൻ നമ്മൾ നോക്കണം. അത് നമുക്ക് എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് അത് MLA-മാരെ സബ്ജക്ട് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സൂമില് വന്ന ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരുപാട് പേര് ഇതിനു മുമ്പ് പലവട്ടം വന്നിട്ടുള്ളതാണ്. ഇവരെ മുന്നോട്ട് വെച്ചിട്ട് തന്നെ ഒരു പാനൽ ഡിസ്കഷൻ ആലോചിച്ചുകൂടെ? അടുത്ത 10 ദിവസം കാര്യം വ്യത്യസ്ത തലങ്ങളിലുള്ള 3 പേരെ അങ്ങനെ സെലക്ട് ചെയ്യണം ഓരോ ദിവസവും. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യുകയും അതിന്റെ റെക്കോർഡ് നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതിന്റെ ചെറിയ ചെറിയ ബൈറ്റുകൾ തിരിച്ച് അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് നമ്മളെ കയ്യിൽ ഈ റെക്കോർഡ് ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. തീർച്ചയായും നല്ല ഈ അഭിപ്രായമാണ്. സബ്ജക്ട് കമ്മിറ്റി മെമ്പർമാരെ വെച്ച് പാനൽ ഡിസ്കഷനും മാധ്യമങ്ങളെയും സബ്ജക്ട് കമ്മിറ്റിയുടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പാനൽ ഡിസ്കഷൻ വളരെ എഫക്റ്റീവ് ആവും. മൂന്ന് ഘടകം വേണം. അതില് നിയമ വിദഗ്ധര്, മാധ്യമം, സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾ, ഇവരെ 3 പേരും വെച്ചിട്ടുള്ള പാനൽ ഡിസ്കഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നതും അതിനുള്ളിൽ ശക്തമായ ചർച്ച കൊണ്ടുവരുന്നതും നന്നാവും. അല്ല, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്രയും നാള് 1750 ദിവസം കൊണ്ടുവന്നതില് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പുള്ള ഒരു ഓഗസ്റ്റ് 15 ET മുഹമ്മദ് ബഷീർ സാറാണ് വന്നിരുന്നത്. ഇപ്പോ ഇതുപോലുള്ള ഇപ്പൊ പലവട്ടം വന്നാണ് അബ്ദുൽ സമദ് സമദാനി സാർ. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേരള പൊളിറ്റിക്സിലെ ഒരു 10 പേരെ കിട്ടിയാൽ ആ 10 പേരെ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ് അവർ നമുക്ക് 100% ഉറപ്പ് തരാൻ കഴിഞ്ഞാൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഇത് എന്ത് വന്നാലും ഇത് നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് അവർ കൊണ്ടുപോകും. ആ ഒരു 10 പേരെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റണം. എന്തായാലും ഇവരിത് CPM കാര്യം ഇത് ഭരണതലത്തിൽ തന്നെ ഇതിനെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. അപ്പൊ പ്രതിപക്ഷത്തുള്ള കുറെ പേരെങ്കിലും ഇപ്പൊ MK മുനീർ സാർ അന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരുന്നതാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നതാണ്. അന്ന് ഫൈസലൊക്കെ ഇന്റർവ്യൂ ആയിരുന്നു, പുള്ളി എന്ത് കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ്. അപ്പൊ അങ്ങനെ വെറുതെ വന്നൊരു ഫേക്ക് പോവാതെ അടുത്ത 10 ദിവസത്തിനുള്ളിൽ അതൊരു ഒരു എന്താ പറയാ ഒരു ഇതായിട്ട് തന്നെ വരണം, ഒരു സംവാദമായിട്ട് തന്നെ കൊണ്ടുവരണം. ഡോക്ടറെ, ഒരു കാര്യം കൂടിയാട്ട് പറഞ്ഞതുപോലെ നമ്മൾ കരിദിനം എന്ന നിലയിലേക്ക് പോകണ്ട. ഒന്നുകിൽ പ്രതിഷേധ ദിനം, അല്ലെങ്കിൽ ആശങ്കാ ദിനം, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞാൽ മതി. കരിദിനം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു രീതി അല്ലാതെ നമുക്ക് ആരോഗ്യ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ
കുറച്ചുകൂടെ മൃദുത്വം അല്ല, ഉണ്ടാവും. ആരോഗ്യ സംരക്ഷണ ദിനത്തില് അജിറ്റേഷൻ ഇല്ല, പ്രതിഷേധ ദിനം എന്ന് കരിദിനം കുറച്ച് കടുത്തുപോയി. പ്രതിഷേധം അതിൽ ഉണ്ടായിരിക്കണം, ആ സന്ദേശത്തിൽ ആ ഒരു ടാഗിൽ പ്രതിഷേധം ഉണ്ടായിരിക്കണം. ഈ ബില്ലിനെതിരെയുള്ള പ്രതിഷേധം ചേർന്ന ഒരു ആശയമായിരിക്കണം ടൈറ്റിലായിട്ട് വരേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോ പിന്നെ ഫിറോസ് പറഞ്ഞതുപോലെയുള്ള പാനൽ ഡിസ്കഷൻ അതൊരു വലിയ ചർച്ചയാക്കിയിട്ട് കൊണ്ടുവരാൻ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കൊണ്ടുവരണം. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട വിഷയം ഡോക്ടറെ, ഇതൊരു ടീമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ IFPH ഒറ്റപ്പെട്ടു പോകുന്ന രീതി, കോൺഫെഡറേഷൻ ആയിരിക്കണം ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ സേട്ട് സാറായാലും പിന്നെ മുതിർന്ന ആൾക്കാർ ഒന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഈ പറയുന്ന എല്ലാ സംഘടനാ നേതാക്കന്മാരെയും നേരിട്ട് ചർച്ചയ്ക്കിരുത്തിയിട്ട് എല്ലാം മറന്നുകൊണ്ട് ഒരു ഐക്യത്തിന്റെ ഫോറത്തെ കുറിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അത് ഇവര് ഇപ്പൊ സേട്ട് സാറിന്റെ മുമ്പിൽ സംഘടനകൾക്കൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാ സംഘടനകളും സേട്ട് സാറെ ഒരേപോലെ കാണുന്നു. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ 3-4 പേര്, ലത്തീഫ് ദ്രോയാലും CJ സാറായാലും എല്ലാം മറന്നുകൊണ്ട് ആദ്യം വേണ്ടത് ഈ സംഘടനകളുടെ ഐക്യമാണ്. എങ്കിൽ മാത്രമാണ് ബഹുജനങ്ങൾ നിങ്ങളുടെ കൂടെ വരുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മരുന്ന് കമ്പനിക്കാരെ കൂടെ ഇതിലോട്ട് ഉൾപ്പെടുത്തിയാൽ നല്ലതല്ലേ? തീർച്ചയായും അവരെ ഉൾപ്പെടുത്താവുന്നതാണ്. ഉൾപ്പെടുത്താം, ആരെയും ഒഴിവാക്കേണ്ട കാര്യം, ആരെയും ഒഴിവാക്കുന്നില്ല. പക്ഷെ നമ്മൾ അവരെ മുന്നിൽ നിർത്താൻ പറ്റില്ല, കാരണം അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ അല്ല, സാധ്യത. അവരുടെ സപ്പോർട്ട് മതി നമ്മുടെ പറയേ. അതുണ്ടാവും തീർച്ചയായും. അല്ല ധനേഷ് ഡോക്ടറെ, ദേവൻ ഡോക്ടറെ, നിങ്ങളൊന്ന് നിങ്ങളുടെയൊക്കെ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തെ അനുഭവം വെച്ച് തന്നെ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മറ്റു സംഘടനകളുടെ സഹകരണം എങ്ങനെ തേടാൻ കഴിയും? മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ ഹോമിയോപ്പതി ഡോക്ടർമാരുടെയും നമ്മളുടെ ഈ തീരുമാനങ്ങളോടോ അല്ലെങ്കിൽ ഈ മൂവ്മെന്റിനോടോ എങ്ങനെ അടുപ്പിക്കാൻ കഴിയും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിനെന്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? അതിലേക്ക് നമ്മളൊന്ന് കടന്നാൽ കൊള്ളാം. തീർച്ചയായും മറ്റ് സംഘടനകളിൽ ഇളക്കം സൃഷ്ടിക്കാൻ നമുക്ക് ഇന്നത്തെ സൈഡ് സാറിന്റെ വോയിസ് ക്ലിപ്പ് തന്നെ ഉപകാരപ്പെട്ടു. പക്ഷെ അതിലും പല വ്യക്തികളും ഇതുപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത്രയാണ് ഇന്നിപ്പോ മനസ്സിലാക്കിയത്. തീർച്ചയായും മറ്റു സംഘടനകളിൽ നമ്മൾ യോജിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പൊ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഒരു സംഘടന ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മളോടൊപ്പം കൂടാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. ആ സന്നദ്ധത പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് എനിക്ക് പറയാനുണ്ട്. തീർച്ചയായും വളരെ അനുകൂലമായ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രമാദേവി ചേർത്തിയിട്ടുണ്ട്. ഞാൻ മറ്റേ ഫേസിൽ പറഞ്ഞവരാണ് ഞാൻ എനിക്കും യോജിക്കുന്നത്. അതായത് എല്ലാ സംഘടന നേതാക്കളെയും നമ്മൾ സേട്ടിനെ പോലുള്ള സീനിയർ ഡോക്ടേഴ്സ് നേരിൽ കണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. സേട്ടൊക്കെ പറഞ്ഞാൽ സേട്ടും നമ്മുടെ CJ ഒക്കെ ഉള്ളവരൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ആരും നോ പറയില്ല. അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇതൊരു പൊതു ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ഇത്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരുന്നുകൊണ്ട് ഒരർത്ഥവും ഇല്ല. എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തെങ്കിലും കാര്യങ്ങൾ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് ഇപ്പോ MN സാറ്, സേട്ട് സാറ്, ലത്തീഫ് സാറ്, CJ സാറ്, ഷാജി കുടീർ സാറ്, ജോസൈ സാറ്, ഞാൻ പറയുന്ന ഇവരുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഉടനെ ഉണ്ടാക്കണം. അതായത് ഇവരോട് മറുത്തൊരു വാക്ക് പറയാൻ കഴിയാത്ത ടീം ആയിരിക്കണം ഈ സംഘടനാ നേതാക്കന്മാരൊക്കെ പോയിട്ട് ശാസിക്കേണ്ടത്. പണ്ട് ഇവര് അധ്യാപകർ എന്ന പോലെ എങ്ങനെ ശാസിച്ചു അതുപോലെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. നമ്മൾ ഇല്ലാതാവാൻ പോവാണ്. ഇവിടെയെങ്കിലും എല്ലാം മറന്ന് ഒരുമയായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകത വെച്ചുകൊണ്ട് ഇവരുടെ ടാസ്ക് ഫോഴ്സ് ഇറങ്ങിയാലേ നടക്കുള്ളൂ. അല്ലാതെ പല കൂട്ടായ്മയും പല ഈഗോ കുത്തുകളൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടാവും. ഇത് മറന്ന് മുന്നോട്ട് പോയാൽ മാത്രമാണ് അത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഇത്തരം വലിയ ഒരു ഉന്നത തല സംഘം പെട്ടെന്ന് രൂപീകരിച്ചിട്ട് അവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്ന ശ്രമം നടത്തുന്നതായിരിക്കും. അതെ, ആ എക്സിക്യൂട്ടീവ്സിന് നേരെ ഇവര് കാണുക ഇൻ പേഴ്സൺ, അത് കണ്ടേ പറ്റുള്ളൂ. നമ്മൾ കാണാഞ്ഞിട്ടോ ശ്രമിക്കാഞ്ഞിട്ടോ അല്ല, നമ്മൾ പറഞ്ഞു അവസാനം നിങ്ങളെ മുന്നിൽ നിന്നോളൂ, ഞങ്ങൾ പുറകിൽ നിൽക്കാം എന്ന് വരെ നമ്മൾ അവരോട് അഭ്യർത്ഥിച്ചിട്ട്. അല്ല, അത് ധനേഷ് സാറിനെ പോലെ ആൾക്കാരെ കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്ന. ഇവരോട് എങ്ങനെ പറയും? ഈ ഗുരുവര്യന്മാരോട് എങ്ങനെ അവർക്ക് മറുത്തൊന്നും പറയാൻ പറ്റും? ഞാൻ പറയുന്ന ആധികാരികമായിട്ടുള്ള ടീം ബന്ധപ്പെടുന്നു. അല്ല, അതിൽ ആധികാരികത എന്ന് പറയാൻ അതിനകത്ത് വരില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് സേട്ട് സാർ ഇത്ര ആവേശത്തോടു കൂടി പറയുകയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വന്നപ്പോ സേട്ട് സാറിന്റെ മേൽ
ഉപദേശമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ വന്നിരിക്കുന്നത് സാർ ഇതൊക്കെ നിർത്തി വീട്ടിൽ വിശ്രമിക്കണം എന്ന് സമ്മർദ്ദം ചെലുത്തിയ കക്ഷികൾ കൂടി നമ്മളുടെ ഹോമിയോപ്പതി സമൂഹത്തിൽ ഉണ്ട്. ഇന്ന് നടന്ന കാര്യമാണ്. അത്തരം കക്ഷികളെയാണ് നമ്മൾ ഈ ഇതിനകത്ത് പ്രതിയോഗികളെക്കാൾ വലുതായിട്ട് നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആളുകളിലേക്കൊന്നും കിടക്കുന്നില്ല, എങ്കിലും അത്തരം പ്രതിസന്ധികളാണ് നമ്മൾ നേരിടുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. പറഞ്ഞെന്ന് കരുതി ഈ ഹോമിയോക്കാരന്മാര് ചാടി ഇറങ്ങി വരുമോന്നൊക്കെ നമുക്ക് വിചാരിക്കാമെന്നേ ഉള്ളൂ. ഇതൊക്കെ നോക്കൂ, ഹലോ, നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ല ഫൈസൽജി. പല തവണ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സമീപിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ പലരുടെയും നിലപാട് ഈ മകൻ ചത്താലും മരുമകളുടെ കരച്ചിൽ കണ്ടാൽ മതി എന്നുള്ള നിലപാടാണ് പലർക്കും ഉള്ളത്. അപ്പൊ അത് സാറ് തന്നെ സമീപിച്ചിട്ടുണ്ട്, സാറ് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സാർ അക്കാര്യം ഈ സൂമിൽ പരസ്യമായിട്ട് പറഞ്ഞതുമാണ്. ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോ ഒരു ചെറിയൊരു സംഭവം, ഒരു ക്ലാസ് എടുക്കാൻ ഒരു IFPHന്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ചത് IFPH ആയതുകൊണ്ട് മാറ്റി, അത് അദ്ദേഹത്തോട് വിളിച്ച് പറയുകയും അനുവാദം ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയൊക്കെ ചെയ്തതാണ്. IFPH ആയതുകൊണ്ട് മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നവരാണ് സംഘടനയിൽ നിൽക്കുന്നത്. IFPH ആയതുകൊണ്ട് മാത്രം മാറ്റി, അദ്ദേഹം ആ സംഘടനയിലുള്ളതാണ്. പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രായോഗികമായിട്ടുള്ള കാര്യം ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പോ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, അതല്ല അതിനപ്പുറം പറയാണ്ടെങ്കിൽ ഞാൻ നിർത്താം. അല്ല, ഒന്ന് ഇടപെടുന്നതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഞാനിപ്പോ പറഞ്ഞു വരുന്ന ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഹോമിയോപ്പതിക്ക് ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രളയകാലം പോലെ കാണേണ്ടതുണ്ട്. പ്രളയം തന്നെയാണെന്ന്, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ വിഷയമാണെന്ന് കാണേണ്ടതുണ്ട്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളിങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് നമുക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ഉന്നത സംഘം പോയിട്ട് പോലും അവർ സഹകരിക്കുന്നില്ലെങ്കിൽ അതൊരു വാർത്തയാണ്, അതൊരു സംഭവമായിരിക്കും. അങ്ങനെയെങ്കിലും നമുക്ക് അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കാണിക്കാൻ പറ്റും. ഈ രീതിയിൽ നടക്കട്ടെ, അവർ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കട്ടെ. ആരെ ഒറ്റപ്പെടുത്തണ്ട, നമ്മൾക്ക് ചെയ്യാവുന്നത് ഒരു നല്ലൊരു അജിറ്റേഷൻ ഉണ്ടായാൽ ഇവർക്ക് അല്ലല്ല, എന്റെ നിലപാട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഒറ്റപ്പെടുത്തുന്നതല്ല, അവര് ഇത്തരം പ്രതിഷേധങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു മുന്നേറ്റത്തെ അതിൻ്റെതായ അർത്ഥത്തോട് ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത, അത് തീർച്ചയായും വിചിത്രമാണ്. വളരെ വളരെ നിസ്വാർത്ഥമായിട്ട് ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഉന്നതതല സംഘങ്ങൾ, ഇത്തരം സംഘടനകളെ ഒരു വിഷയം നിലനിർത്തിയിട്ട്, ഒരാളെന്നല്ല വിഷയം ഒന്ന് പറയുന്ന ഒന്ന് കേൾക്കും, ഈ ഒരു വിഷയം നിലനിർത്തിയിട്ട് ഇനിയെങ്കിലും ഒരു പരിശ്രമം നടത്തിയിട്ട് അവരതിന് ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ പ്രതികരിക്കുന്ന വിഷയമായിരിക്കണം അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച. അതൊരു ദുരന്തമായിരിക്കും. ഇത്രയും വലിയ സംഘടനകൾ ഇങ്ങനെ ഒരു നിലനിൽപ്പിന്റെ ചോദ്യം വന്നിട്ട് അവിടെ ഈ ഹോമിയോപ്പതിയുടെ അധികാരിമാരെ നിയോഗിച്ചിട്ട് ഒരു ചർച്ച നടത്തിയതിനു ശേഷം അവരുടെ പ്രതികരണമാണ് ഏറ്റവും വലിയ ചർച്ച. അതാണ് ഏറ്റവും വലിയ വിഷയമായി വരിക. പരിശ്രമമാണ് നടക്കേണ്ടത്. നമ്മൾ ഇതിനെ നിഷേധാത്മകമായി കാണുന്നതിനേക്കാൾ പരിശ്രമത്തിന് മുന്നോട്ട് പോകുക. അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം എന്ന് പറയുന്നത് ഇതല്ല. അതിന്റെ പോസിറ്റീവായിട്ട് നമ്മൾക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പൊ അവര് നമ്മളെ എതിർത്തു എന്ന് കാണിച്ചത് കൊണ്ടോ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല. നമ്മൾക്ക് ചെയ്യാവുന്ന നല്ലൊരു അജിറ്റേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വരേണ്ടി വരും. ഇവർക്ക് മാറി നിൽക്കാൻ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മാറി നിൽക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഒന്നോ രണ്ടോ ഈ നേതൃത്വത്തിൽ കണ്ടിട്ടിരിക്കുന്ന ഒരു നേതൃത്വം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ച സംഘടനയെ അവരുടെ കൂടെ നിർത്തി അവരുടെ അതിന്റെ ആളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പണി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവര് തന്നെയാണ്. പക്ഷെ അവർക്കൊക്കെ മാറി നിൽക്കേണ്ടി വരും നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ. നമ്മൾ ഇറങ്ങി കഴിയുമ്പോ നമ്മുടെ കൂടെ അവരുണ്ടാവും. ഈ വിഷയം സാറേ ദേവ സാറേ, ഈ വിഷയം തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കണം. ആദ്യം നമ്മൾ ഔദ്യോഗികമായിട്ട് അവരെ ബന്ധപ്പെട്ട് അവര് റിജക്ട് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അവരെ ഉൾപ്പെടുത്താതെ നമ്മൾ മുന്നോട്ട് പോകുന്നവർ അവരെയും കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. മാറി നിൽക്കുന്നവർ മാറി നിൽക്കട്ടെ, പിന്നീട് അവർ തിരിച്ചു വരും, 100% തിരിച്ചു വരും. അതന്നെ സാർ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ അവസാന സമയത്ത് നമ്മളൊരു വാഹന പ്രചരണ ജാഥ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബാബുരാജ് ഡോക്ടറാണ് ഇതിന്റെ കുന്തമനയായിട്ട് നിൽക്കുന്ന ഒരാൾ. അദ്ദേഹം ഇതിലും പൂർണ്ണ സമയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സമയവും ധനവും നഷ്ടം വരും. അതുകൊണ്ട് അത് രഞ്ജീവ് ഡോക്ടർ പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത്. എല്ലാവരും അവരവരുടെ ക്ലിനിക്കിൽ നമ്മൾ തന്നെ പ്രിന്റ് ചെയ്യണം. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു എന്തൊക്കെ വാക്കുകളാണ് വേണ്ടത്, ഓരോരുത്തരും ഓരോ രീതിയിൽ ഇറക്കരുത്. അത് തെറ്റാണ്. അത് തന്നെയാണ് ഞാൻ
ഞാൻ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നിയമസഭാ സമ്മേളനത്തിന് അവതരിപ്പിക്കും എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പ് വേണം. ഇതിനെ എതിർക്കണം, 100% എതിർക്കണം. അത് ഞാൻ ധർണയ്ക്ക് ആദ്യം തന്നെ ഞാൻ തംസപ്പ് ചെയ്തതാണ്. അത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ പറഞ്ഞ നമ്മളൊരു പ്രചരണം നടത്തുമ്പോൾ നമ്മൾക്കൊരു തെറ്റുണ്ടാവരുത്. അപ്പൊ കൃത്യമായിട്ട് വാക്കുകൾ ആദ്യം തീരുമാനിക്കുക. ഓരോ ഡോക്ടർമാരും അവരവരുടെ ക്ലിനിക്കുകളിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കട്ടെ. അതൊരു വലിയ പ്രചരണം. പിന്നെ ചില ഹോമിയോ ഡോക്ടർമാർ പറയുന്നുണ്ട് ഈ മൊത്തം അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിന് എന്ത് സംഭവിക്കും. പേഷ്യന്റ് ഉള്ള ഡോക്ടർമാർ അടച്ചിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ അറിയും, തിരിച്ചറിയും. ഒരു ദിവസം അടച്ചിടുക എന്നുള്ള ആശയത്തോട് പറഞ്ഞ് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അത് കൃത്യമായിട്ട് ചെയ്താൽ, പേഷ്യന്റ് ഉള്ള ഡോക്ടർമാർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം ഇത് എന്താ ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് നേരത്തെയും പലരും ചോദിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയാണ് കേട്ടോ, എല്ലാം മറ്റൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ദിവസം അടച്ചിടുക. ഈ ഒരു സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇനി സമയമില്ല, കുറച്ച് സമയമുള്ളൂ. എത്ര ദിവസം വേണം നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ? എത്ര ദിവസം വേണ്ടി വരും? അത്രയും സമയം വെറുതെ പോകും. നമ്മൾക്ക് ജില്ലാ തലത്തിൽ വേണമെങ്കിൽ ഒരു പ്രചരണം നടത്താം. അതോടൊപ്പം ക്ലിനിക്കുകളിൽ ഇത് ചെയ്യുക. ഇതാണ് എനിക്ക് പ്രായോഗികമായിട്ട് പറയാനുള്ള ഒരു കാര്യം. കാരണം നമ്മൾ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതും ആവത്തില്ല, ഇതും ആവത്തില്ല. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പരമാവധി ആൾക്കാരെ എത്തിക്കണം. അതിനായിരിക്കണം ശ്രമം നടത്തേണ്ടത്. അപ്പം മറ്റ് രീതിയിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിഞ്ഞു പോയാൽ നമ്മൾക്ക് പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ചിലപ്പോൾ ബസ്സിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വാഹന പ്രചരണ ജാഥയൊക്കെ നടത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് നമ്മൾക്ക് ഇനി കേന്ദ്രീകരിക്കേണ്ട പലതരത്തിലുള്ള ആക്രമണം അല്ല, ഒരു ആക്രമണം അത് ശക്തമായ അടിയായിരിക്കണം. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റിൽ എത്ര പേരെ പങ്കെടുപ്പിക്കാൻ പറ്റുമോ അത്രയും പേരെ പങ്കെടുപ്പിക്കാം. ഇനി തീർച്ചയായും നമുക്ക് അടുത്തതായി ഗണേഷ് ഡോക്ടറെ, ഞാൻ നേരത്തെ തിരക്കിൽ പുറത്തു പോയതാണ്. ഒരു പോയിന്റ് കൂടെ ഈ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പറയാനുണ്ട്. ഞാൻ നേരത്തെ കേട്ടു ബാബുരാജ് ഡോക്ടർ പ്രചരണ ജാഥയൊക്കെ. ഇതിനെ എനിക്ക് ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, ഒരു ദിവസം എപ്പോഴാണോ ഈ സെക്രട്ടേറിയറ്റ് നടക്കിൽ നമ്മുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ പരിപാടി പ്ലാൻ ചെയ്യുന്നതോ അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം 14 ജില്ലകളിലും നമ്മുടെ സൗഖ്യപ്രാണിന്റെ വലിയൊരു ശക്തമായ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. ഒന്നുകിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഈ പരിപാടിയുടെ പ്രചരണ പൊതുയോഗം നടത്തിയാൽ മതിയാവും. അത് ഓരോ പ്രാദേശിക തലത്തിലോ ജില്ലാ തലത്തിലോ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പറ്റിയ ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ പ്രചരണ ജാഥയ്ക്ക് പകരം അതാത് ജില്ലകളിൽ നടക്കാൻ പോകുന്ന പരിപാടിയുടെ പൊതുയോഗം, പ്രചരണ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതും ആ പൊതുയോഗത്തിലേക്ക് അതാത് ഇപ്പൊ ഉള്ള ഡോക്ടർമാരുണ്ട്, ഓരോ ഡിസ്പെൻസറിയിലും ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് മിനിമം 5, 6, 10 അവരുടെ രോഗികളെ, ബന്ധപ്പെട്ട ആൾക്കാരെ അവിടെ എത്തിക്കുക എന്നുള്ള കൃത്യമായ കർശനമായ നിർദ്ദേശം അവർ അംഗീകരിച്ചുകൊണ്ട് പൊതുയോഗത്തിൽ ജനങ്ങളുടെ സാന്നിധ്യം കാണിക്കുന്ന രീതിയിലുള്ള പ്രചരണ പൊതുയോഗങ്ങളായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത് പെട്ടെന്ന് സംഘടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒന്നാമത്തെ ഘട്ടം. അത് ഈ പരിപാടി പ്രഖ്യാപിച്ചതിന് ശേഷം അതിനോടനുബന്ധിച്ചുള്ള പ്രചരണ പൊതുയോഗമായിട്ട് പ്രാദേശിക കേന്ദ്രങ്ങളിലോ ജില്ലാ കേന്ദ്രങ്ങളിലോ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അടിയന്തരമായി ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായും നമുക്ക് പറഞ്ഞോട്ടെ, നമ്മുടെ ലത്തീഫ് ഡോക്ടർ പറഞ്ഞ പോലെ കുറെ നോട്ടീസ് അടിച്ചിട്ട് ജില്ലാ തലത്തിൽ എത്തിച്ച് എല്ലാ ഡോക്ടർമാരുടെ കയ്യിലും എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും നോട്ടീസിൽ വരുന്നത്. തീർച്ചയായും നമുക്ക് PK സുരേഷ് ഡോക്ടറിലോട്ട് പോവാണ്. ഈ മനുഷ്യാവകാശ ലംഘനം എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ ഡോക്ടേഴ്സിന്റെ എല്ലാ അഭിപ്രായങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ഇംപ്ലിമെന്റ്, അതൊന്നും ഓരോന്നോരോന്നെടുത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയാണ്, ഈ മനുഷ്യാവകാശ ലംഘനം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത് ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലിനിക്കുകളാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് ഏറ്റവും പറ്റുന്ന ഓരോ വേരുകളിലേക്ക് പോകാൻ പറ്റുന്നത് ഓരോ ക്ലിനിക്കുകളിലെ ഡോക്ടേഴ്സും ഈ പേഷ്യൻസിനെ അവെയർ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ക്ലിനിക്കുകളിൽ ഹൈലൈറ്റ് ചെയ്ത് ബോർഡ് വെക്കുക. പക്ഷെ ആ ബോർഡിൽ കൊടുക്കേണ്ട വാചകം എന്തുവാണെന്നൊരു സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ള രീതിയിൽ IPHന്റെ അതോറിറ്റീസ് നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അത് ഇടുവാണെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ലോക്കൽ അതോ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ച ക്ലിനിക്കുകളിൽ അതുപോലെ വെച്ചോളാം. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതൊന്നും ഇടുക. നോട്ടീസിൽ എന്ത് വെക്കണം, നോട്ടീസിൽ എന്ത് എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ വെളിയിൽ കുറെ നേരം ഇരുന്നിട്ടായിരിക്കും അവർ കയറി വരുന്നത്. പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിക്കൽ ബില്ലിന്റെ ഈ ഫോൾട്ട് പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത്. മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഹോമിയോപ്പതി ഇവിടെ നിൽക്കാൻ പോകുന്നു, ഇനിയും സംഭവം തീരുകയാണ്, നിങ്ങളുടെ ഇതില്ലെങ്കിൽ തീർന്നു പോവുകയാണ് എന്നുള്ളത് നമ്മൾ അത് ഏത് ഭാഷയിലാണ് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതോറിറ്റീസ് ഒരു
ഇത് തരികയാണെങ്കിൽ, ഒരു ഫോർമാറ്റ് തരികയാണെങ്കിൽ നമ്മൾ അതുപോലെ ക്ലിനിക്കുകളിൽ അടിച്ച് നമ്മളതവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ നല്ല കാര്യമാണ്. അത് ഇമീഡിയറ്റ്ലി 1-2 ദിവസത്തിനകത്ത് തന്നെ തരുവാണെങ്കിൽ നമ്മളത് ഉടനെ തന്നെ അതാത് ക്ലിനിക്കുകളിൽ ഓരോ ഡോക്ടേഴ്സും ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ നല്ലതാണ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഫൈസലാണെന്ന് തോന്നുന്നു പറഞ്ഞ പോലെ നമ്മുടെ വേദികളിൽ പിന്നെ പൊതുജനങ്ങളെ കുറെ പേര് ഒരു ഡോക്ടർക്ക് പറ്റുന്നത്ര ഒരു 10 പേരെയോ അല്ലെ 5 പേരെയോ ഒക്കെ വേദികളിൽ എത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതൊരു വലിയ സംഗതിയായിരിക്കും. ജനങ്ങൾക്ക് ആവശ്യക്കാരാണെന്നൊരു തോന്നല് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിയ പോയിന്റ് ആയിരിക്കും. നിങ്ങൾ അതിലൊക്കെ കൂടിയ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചു. അതൊക്കെ മുഴുവൻ സത്യം തന്നെ, അതൊക്കെ അങ്ങനെ തന്നെ പോകേണ്ട കാര്യങ്ങൾ. ഞാൻ അതിന്റെ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് നിന്നാണ് ഞാൻ ഈ സംസാരിച്ചത്. നമുക്ക് അതാത് ക്ലിനിക്കിൽ ഡോക്ടേഴ്സിന് ചെയ്യാവുന്ന കുറേ പോയിന്റുകളാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി ബാബുരാജ് ഡോക്ടർ പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. മാക്സിമം എല്ലാവരും സഹകരിക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹകരണങ്ങൾ വേണമോ അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ഇനിയിപ്പോഴേ നമുക്ക് നാളെ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് സെക്രട്ടറി ഒരു അഭിപ്രായം പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് നാളെ ആരെയൊക്കെ ഈ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കൂടെ ഒരു ശ്രമം ഇന്നേ പറയണം. അത് നമുക്ക് നാളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നവരെയൊക്കെ നാളെ തന്നെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി കർമ്മനിരതരാകേണ്ടിയിരിക്കുന്നത്. നാളെ മുതലുള്ള ചർച്ചകൾ 2 പാർട്ടാക്കണം. നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ 170-185 ഡോക്ടർമാരുടെ പാർട്ടിസിപ്പൻസ് നാളെ മുതൽ ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ആശങ്കയുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ചർച്ച 2 ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഡോക്ടർമാരും ഓരോ വളണ്ടിയർമാരായി സ്വയം തയ്യാറായി വന്നിട്ട് നമ്മുടെ പരിപാടി എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളിലൂടെ ചർച്ച. നമ്മുടെ ഈ പറയുന്ന വിഷയപരമായിട്ടുള്ള ചർച്ചകൾ പകുതി ഓരോ ഡോക്ടർമാരുടെയും തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്ന, പ്ലാനിങ് ഒരുക്കുന്ന ചർച്ചയായിട്ട് 2 ഘട്ടമാക്കി മാറ്റേണ്ടതുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഈ ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ ഒരു ആഴ്ച ആരോഗ്യ സംരക്ഷണ വാരം എന്ന നിലയ്ക്ക് ആചരിക്കാമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ അവസാനത്തെ ദിവസം 22-ാം തീയതി എന്ന് പറയുന്നത് പ്രതിഷേധ ദിനമെന്ന് വേണോ ശ്രദ്ധ ക്ഷണിക്കൽ ദിനമെന്നാക്കിയാൽ മതിയോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം കിട്ടിയാൽ കൊള്ളാം. ശ്രദ്ധ ക്ഷണിക്കൽ ദിനമെന്നായിരിക്കത്തില്ലേ നല്ലത്? പ്രതിഷേധ ദിനം സാറേ, അതിലൊരു ചതി നടന്നിട്ടില്ലേ? നമ്മൾ ഈ ബില്ല് അവതരിപ്പിക്കില്ലെന്നും അതിന് ചർച്ച നടക്കും, ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് ബില്ല് അവതരിപ്പിക്കുള്ളൂ എന്നുള്ള വാക്ക് തെറ്റിക്കപ്പെട്ടില്ലേ? അത് തീർച്ചയായും തെറ്റിക്കപ്പെട്ടില്ലല്ലോ ഡോക്ടറെ. അല്ല, ഫൈസലെ തെറ്റിക്കപ്പെട്ടില്ല. കാരണം ഇപ്പോഴും അത് പരിഗണിക്കുമെന്ന് നമുക്ക് ചിലപ്പോ ഈ പറയുന്ന തരത്തിൽ അവർ ചെയ്തേക്കാം എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതിനകത്ത് നമ്മുടെ ബില്ല് വന്നിട്ടില്ല. അതിൽ അനിശ്ചിതത്വമുണ്ട്. അത് ഉറപ്പ് തരാൻ പറ്റില്ല. കാരണം ഈ സമയമായിട്ട് പോലും കോഴിക്കോട് മാത്രമേ ചർച്ച നടന്നിട്ടുള്ളൂ. ഇത്രയും കാലം അവർ എന്തെടുക്കായിരുന്നു? എന്താ അവിടെ ചർച്ച നടന്നില്ല? അപ്പൊ അതിലൊക്കെ അനിശ്ചിതത്വമുണ്ട്. അത് ഈ നിയമസഭാ സമ്മേളനത്തിൽ വരത്തില്ലായിരിക്കും. അതുകൊണ്ട് അല്ല, നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ വാക്ക് എന്താണെന്നറിയോ? ആയിരിക്കും എന്നാണ്. നിങ്ങൾക്ക് ഉറപ്പില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അനിശ്ചിതമുള്ള കാര്യത്തിന് പിറകെ പോകണ്ട. ഹലോ, ഡോക്ടർ അനിൽകുമാറാണ്. നാളെ ഞാൻ നിയമസഭയിൽ തിരക്കിയിട്ട് ഈ ഷെഡ്യൂളിൽ വരുന്നോ ഇല്ലെന്ന് തിരക്കിയിട്ട് നാളെ തന്നെ പറയാം. അല്ല, ഇപ്പോ അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 11 എണ്ണമേ ചാർജാണ് നമ്മുടെ ബില്ല്. ദേവൻ ഡോക്ടർ പറഞ്ഞല്ലോ, ഇതിന് വരൂല. അങ്ങനെ വരുമ്പോ ഗവൺമെന്റിന് മാറ്റി വെക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഇതുവരെ എടുത്തില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ആശങ്കപ്പെടുന്നു. ഇങ്ങനെ പോയാൽ ചിലപ്പം എടുത്തെന്ന് വന്നേക്കാം. കാരണം 12ാമത്തെ ഐറ്റം ആയതുകൊണ്ട് എടുത്തെന്ന് വന്നേക്കാം. അങ്ങനെയുള്ള സാധ്യതയേ ഉള്ളൂ. അല്ലാതെ ഗവൺമെന്റ് നമ്മളെ കബളിപ്പിച്ചു എന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് 22-ാം തീയതി വരെയും ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റുകയില്ല. കാരണം ഈ നിയമസഭാ സമ്മേളനത്തിൽ വരുമെന്ന് അവിടെ നമുക്കിപ്പോ ഈ ബില്ലിൽ വിഷയം അവതരിപ്പിക്കുകയോ ഇല്ലയോ എന്ന് നമ്മളറിയില്ല. ഈ ബില്ല് അവതരണത്തിന്റെ വിഷയം വരുന്നത് കൊണ്ട് നമ്മൾ ഗൗനിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ നടത്തേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയില്ല, നമ്മളിത് അന്വേഷിച്ച് പോണ്ട. ഏതായാലും 12ഓളം ബില്ല് വരുന്നുണ്ട്. ഈ ബില്ല് ഏതാണെന്ന് ജനങ്ങൾക്കറിയില്ല. നിങ്ങളിത് സൈറ്റിലൊക്കെ പോയി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയില്ല. അല്ലല്ല, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ പബ്ലിക് ആകാൻ പറ്റത്തില്ല. നമ്മൾ സൈറ്റിൽ നോക്കിയിട്ടേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. സൈറ്റിൽ ഇപ്പൊ കാണുന്നത് 12ാമത്തതാണ്. 11 വരെ ഈ പരിഗണിക്കുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് പ്രതിഷേധിക്കാൻ നമുക്ക് ഇപ്പൊ വരെയും അവസരം വന്നിട്ടില്ല. നമുക്ക് ശ്രദ്ധ ക്ഷണിക്കാനേ പറ്റുള്ളൂ. നമ്മൾ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് വേണ്ടത്. അത് കുഴപ്പമില്ല ഫൈസലേ. ഐ തിങ്ക് നമ്മളിപ്പോ എന്താണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രതിഷേധം നടത്തുക.
കേട്ടോ. അല്ല, ഇതിലൊരു കാര്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ പറയാനുള്ളത്, ചിലപ്പോൾ മന്ത്രിക്ക് അവർ ചിലപ്പോ ഇപ്പൊ ഈ നിയമസഭയിൽ വെക്കാൻ ഗൂഢമായിട്ട് ആലോചിച്ചാൽ പോലും ചിലപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് മാറ്റി വെക്കാം. അതിനുള്ള പഴുത് അവർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എന്തിനാ പ്രതിഷേധിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് അവർ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതായത് കണ്ണടച്ചിട്ട് ഇരുട്ടാക്കലാവാം അത്. അല്ല ഇതിലൊരു വരട്ടെ, പറയട്ടെ, പറയാവോ? പറഞ്ഞു. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഒരു കാര്യം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കറിയാം. നേരിട്ട് നമ്മളോട് പറഞ്ഞു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നമ്മളെല്ലാം വായിച്ച ഒരു കാര്യം സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധി, അല്ല മന്ത്രി തന്നെ, എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ പറയണം, മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ വെറും ആശങ്ക മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പ്രചരണം വെക്കുമ്പോൾ, ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ, പ്രചരണം വെക്കുമ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു എന്നും പറഞ്ഞ് പ്രചരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് തന്നെ പറയും, നിങ്ങൾ എന്തറിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ വെക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ഇത് എന്തും പറയാം. അതുകൊണ്ട് നമ്മളൊരു ബാബുരാജ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളൊരു തയ്യാറെടുപ്പ് മുന്നേ നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ഇനി അവർക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പോലും അതില്ലാതെ വരും. പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ ഇപ്പോ 11 ബില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 12ാമത്തതാണ്. പക്ഷെ ചിലപ്പോൾ വന്നെന്ന് വരാൻ സാധ്യതയുണ്ട്. കാരണം ഗസറ്റിൽ വന്ന കാര്യം ഇല്ല എന്ന് പൂർണ്ണമായിട്ട് നിഷേധിച്ച ഇതൊക്കെ വെറും ആശങ്കയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഇത് നമ്മളിങ്ങനെ ഒരു പ്രചരണമായിട്ട് ഇറങ്ങി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, നമ്മുടെ നോട്ടീസുകളിലൊന്നും ഫോക്കസ് ചെയ്യുന്ന ഇത് വരാൻ സാധ്യതയുള്ള ഇതിനെ നമ്മൾ ദേവൻ സാറെ ഇങ്ങനെ ചെയ്തൂടെ? ബില്ലിന്റെ കാര്യത്തിലുള്ള അനിശ്ചിതത്വത്തിനെതിരെ നമുക്ക് പ്രതികരിച്ചൂടെ? അവതരിപ്പിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല, മൊത്തത്തിലുള്ള അനിശ്ചിതമാണ്. അപ്പൊ നമുക്ക് പ്രതിഷേധിക്കേണ്ടത് ഈ അനിശ്ചിതത്വത്തിനെതിരെയാണ്. ഇത് ചർച്ചകൾ നടന്നിട്ടില്ല, ബില്ല് വരുന്നു, എന്താണ് ഈ അനിശ്ചിതാവസ്ഥ കാരണം? കൃത്യമായ ഒരു വ്യക്തത കിട്ടണം. ഈ രീതിയിൽ ഒരു പ്രതികരണം നടത്താലോ? പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലായിരിക്കണം നമ്മുടെ പ്രതികരണം വരേണ്ടതെന്നാണ് അവർ, അല്ലാതെ ശ്രദ്ധ ക്ഷണിക്കൽ ഒരു പ്രതിഷേധമല്ല. അല്ല ഡോക്ടർ ധനേഷ് എനിക്ക് ഡോക്ടർ ധനേഷ്, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് നിയമസഭയിൽ വെക്കുന്ന ബില്ലിനെ കുറിച്ചല്ല ആണ്. നമുക്ക് അതല്ല ഇതിനകത്ത് പ്രാധാന്യം, നമുക്ക് ഈ ബില്ലിനെ കുറിച്ചാണ് പ്രാധാന്യമുള്ളത്. അതിലുള്ള ആശങ്കയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം. ഈ ബില്ലിനെ കുറിച്ചുള്ള ആശങ്കയാണ് നമുക്കുള്ളത്. അതിനകത്തുള്ള കണ്ടന്റ്സിനെ കുറിച്ചുള്ള കാര്യമാണ് ആശങ്ക നമുക്കുള്ളത്. അവർ വെക്കുവോ വെക്കാതിരിക്കുവോ എന്നുള്ളതല്ല, അത് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ബില്ലിലുള്ള ആശങ്കയെക്കുറിച്ചാണ് നമുക്ക് പൊതുജനങ്ങളെയും അല്ലാത്തവരെയും നമ്മുടെ സെലക്ട് കമ്മിറ്റിയെയും എല്ലാം ബോധ്യപ്പെടുത്തേണ്ടത്. അതാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാലാവസ്ഥ പ്രവചനം പോലെ മഴ പെയ്യുകയും ചെയ്യാം പെയ്യാതിരിക്കുകയും ചെയ്യാം എന്ന് പറയും പോലെ ഈ ബില്ല് വന്നാലും ഇല്ലെങ്കിലും നമ്മളൊരു മുൻകരുതൽ, ഓടുന്ന പട്ടിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മുൻകരുതൽ ഇപ്പോഴേ എടുത്തു തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഇതെന്ന് എനിക്ക് തോന്നുന്നു. അത് ആശങ്ക, നമുക്ക് ആശങ്കയുണ്ട് ആ ബില്ലിനെ കുറിച്ച്. അത് നമ്മൾ അധികാരികളെ ബോധ്യപ്പെടുത്തും. അതാണ് നമ്മൾ ഈ നമ്മുടെ പ്രവർത്തനത്തിലൂടെ ചെയ്യേണ്ടത്. വാഹന പ്രചരണ ജാഥയാണെങ്കിലോ ജില്ലാ തലത്തിലാണെങ്കിലോ സെക്രട്ടേറിയറ്റ് തലത്തിലാണോ, നമ്മൾ അവിടെ വെക്കുകയോ വെക്കാതിരിക്കുക എന്നുള്ളതല്ല. ഈ ബില്ലിൽ നമുക്ക് ആശങ്കയുണ്ട്, അതാണ് നമ്മൾ അവിടെ ബോധ്യപ്പെടുത്തേണ്ടത്. അതെ, അത് തന്നെയാണ്. അധികാരികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. ചർച്ചകൾ വന്നിട്ട് പോലും ഇത്രയും സമയമായിട്ട് പോലും കോഴിക്കോട് മാത്രമേ ചർച്ച നടന്നിട്ടുള്ളൂ. മന്ത്രിയുമായിട്ട് 2 കേന്ദ്രങ്ങളിൽ ചർച്ച നടത്തും, ഇത്രയും കാലം നടത്തിയിട്ടില്ല. അതൊക്കെ അനിശ്ചിതത്വത്തിന്റെ ഒരു കാരണം തന്നെയാണ്. ഇപ്പൊ പിന്നെ ജയേന്ദ്ര സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ തൃശങ്കൂല് നിർത്തുക എന്നുള്ളത് ഒരു തന്ത്രം തന്നെയാണ്. എന്തെങ്കിലും സംഭവിക്കോ ഇല്ലയോ എന്നുള്ള തൃശങ്കൂല് നിർത്തുക, വളരെ രഹസ്യമായിട്ട് ബില്ല് പാസ്സാക്കുക എന്നുള്ളത് തന്ത്രം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനിശ്ചിതത്വത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്ക് ഒരു ബാനർ ചെയ്യുന്നതായിരിക്കും നന്നാവുന്ന തോന്നുന്നു. ഈ അനിശ്ചിതത്വം മാറ്റി കിട്ടണം. അല്ല എനിക്ക് അങ്ങയോട് പറയാറുള്ളത്, അനിശ്ചിതത്തിനോടുകൂടി നമ്മൾ എന്തിനാ സമരം ചെയ്യുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കൊരു ശത്രു ഇല്ലല്ലോ, ഇല്ലാത്ത ശത്രുവിനെ നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്നത്? നമ്മളാണ് ശത്രു എന്ന് പറയുന്നത് ബില്ലാണ്. ആ ബില്ലാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സാറേ ആ ബില്ല് നിലവിലില്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു ബില്ല് ഇപ്പൊ നിലവിലില്ല സാറേ. അത് കരടാണ്. അവരെ പറയുന്നത് അത് കരടാണെന്നാണ്. പിന്നെ നമ്മൾ ഇതിനെ ഈ ബില്ലിനെതിരെ ചർച്ച ചെയ്യുന്ന പിന്നെ കരടിനാണെങ്കിൽ പോലും അതുപോലെ തന്നെ
ഇത് നമ്മൾ എന്നെയും ഇപ്പൊ ഹരിഹരൻ സാറിനെയും തമ്മിൽ ആശയക്കുഴപ്പത്തിലാക്കിയില്ലേ? ഇത് തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു തന്ത്രം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താ? എന്തിന് ഈ രീതിയിലുള്ള മൊത്തത്തിലുള്ള ആശയക്കുഴപ്പവും മൊത്തത്തിലുള്ള അനിശ്ചിതാവസ്ഥയും? ഈ ബില്ലുണ്ടോ? ഇല്ല. എന്താ ബില്ല്? ഇനിയിപ്പോ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടേ ഉള്ളൂ. സബ്ജക്ട് കമ്മിറ്റിയുടെ ചർച്ച നടന്നോ? ഇല്ല. കാലം കുറയായി. ഒരു പ്രഹസന ചർച്ച നടന്നു. അതിൽ തന്നെ മന്ത്രി പച്ചക്ക് നുണ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലെന്ന് നമ്മളത് വിശ്വസിക്കേണ്ടി വന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. മൊത്തത്തിൽ എല്ലാവരും ആശയക്കുഴപ്പത്തില്ലേ? ഇതൊക്കെ കുരങ്ങനെ കൊണ്ട് കുട്ടിക്കളി കളിപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും ശക്തമായ നിലപാട് ഈ രീതിയിലുള്ള ഒരു ഭരണകൂടത്തിന് ഒരു വലിയൊരു തൊഴിൽ സമൂഹത്തെ ഇങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ? ഇത്രയും കാലമായിട്ട് ഇന്നേ വരെ ഈ സബ്ജക്ട് കമ്മിറ്റിയെ ഈ 2 കേന്ദ്രങ്ങളിൽ അവർക്ക് മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യാദൃശ്ചികമാണെന്ന്? ഇത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ മാത്രം മൗഢ്യരാവരുത് നമ്മൾ. ഇതൊക്കെ ബോധപൂർവമാണ്. ഒന്നാമത്തെ പല കാര്യങ്ങളോടും അത്തരത്തിൽ സമീപിക്കാൻ പറ്റത്തില്ല. കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഗവൺമെന്റ് പരിഗണിക്കത്തില്ലയോ എന്നുള്ള ആശങ്കയെ ഫോക്കസ് ചെയ്തല്ല നമ്മൾ ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കോഴിക്കോട് സിറ്റിംഗ് നടത്തിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ നിയമസഭാ സമ്മേളനം കൂടുകയായിരുന്നു. ഈ അടുത്ത നാൾ വരെ നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു. ആ അടുത്തൊരു സിറ്റിംഗ് നടത്താൻ ഗവൺമെന്റിന് സാവകാശം ലഭിച്ചില്ല ഇതുവരെ. എറണാകുളത്തും തിരുവനന്തപുരത്തും നടത്താൻ സാവകാശം ലഭിച്ചില്ല എന്നൊരു എക്സ്ക്യൂസ് അവർക്കുണ്ട്. ഇപ്പോ അതിനിടയിൽ വന്നിരിക്കുന്നത് അവർക്ക് ആ ഗവർണറുമായിട്ടുള്ള ഫൈറ്റ് വന്ന് അവർക്ക് അടിയന്തര സ്വഭാവം വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ നിയമസഭാ സമ്മേളനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഇത് വരുത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്ന് നമുക്ക് പറയുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അവിടെ എന്തോ ഗൂഢതന്ത്രം പ്രയോഗിച്ചു എന്നൊക്കെ നമുക്ക് ആക്ഷേപിക്കാനോ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഒരു വാദപ്രതിവാദത്തിന് ഞാനില്ല. ഡോക്ടർ പറഞ്ഞ 2 പോയിന്റ് തെറ്റാണ്. 2 പോയിന്റ് തെറ്റാണ്. പറഞ്ഞതുപോലെ സബ്ജക്ട് കമ്മിറ്റി സാങ്കേതികമായി വിളിക്കാനുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് തെറ്റാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഞാനിപ്പോൾ ഒരു വാദപ്രതിവാദത്തിനില്ല. കാരണം ഒരു അനുനയ സ്വഭാവം ഞാൻ സെക്രട്ടറിയിൽ നിന്ന് കാണുന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ പോകാം. പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് വസ്തുതയാണ്. അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ട് പിന്നെ വേറൊന്ന് നമ്മൾ ബില്ലിനെതിരെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബില്ലിനെതിരെ നമുക്ക് ഒരു പ്രചരണം നടത്താനുള്ള അധികാരമില്ല. അങ്ങനെ ഒരു ബില്ലില്ല. അത് കരടാണ്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ പ്രചരണം നടത്തി പോകുന്നത് എന്ന് ചോദ്യം വരും. ബില്ലില്ലെന്നല്ല, ബില്ല് നിയമസഭയിൽ വരുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തെ വെച്ചുകൊണ്ടല്ല സാറേ. അതിനിപ്പം സബ്ജക്ട് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ശേഷമാണ് അത് ബില്ലാവുള്ളൂ. ഇപ്പൊ കരടാണ്. നിങ്ങൾ കരടിനെതിരെ നിങ്ങളോട് ആരാ പ്രക്ഷോഭം നടത്താൻ പറയുന്നത്? ഇത് കരടാണ് ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കരടിനെതിരെ പ്രക്ഷോഭം നടത്തുവോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പ്രതിഷേധം എന്ന നിലയിലല്ല, ശ്രദ്ധ ക്ഷണിക്കലെന്നായിരിക്കണം. ഈ കരടിൽ ഇങ്ങനെയൊക്കെ നിർദ്ദേശം വെച്ചിരിക്കുന്നു, അതിലെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ ആശങ്കാ ദിനമായിരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കൽ ദിനമായിരിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ പ്രതിഷേധ ദിനം എന്ന നിലയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഫൈസൽ ഒരു മിനിറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ശ്രദ്ധ ക്ഷണിക്കൽ പ്രതിഷേധ ദിനം എന്നോ അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കൽ ദിനം എന്ന് പറഞ്ഞ കരട് ബില്ലിനെതിരെ കരട് ബില്ലിൽ നമുക്കുള്ള ആശങ്കകൾക്കെതിരെ അധികാരികളെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിനുള്ള സമരമാർഗങ്ങളാണ് നമ്മളിപ്പോ സ്വീകരിക്കേണ്ടത്. അത് എന്ത് വേണം ചർച്ച ചെയ്യൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് എപ്പോഴായാലും പൊങ്ങി വരാം. നമ്മൾ ഇപ്പോഴേ അതിന് പ്രതികരിക്കുക. അത്രേ ഉള്ളൂ. ഹലോ, ഇത് ഹരിഹരൻ ഡോക്ടർ പറഞ്ഞത് മുഖവിലേക്കെടുക്കണം. കാരണം ഇത് സബ്ജക്റ്റ് കമ്മിറ്റിയിലേക്ക് ചർച്ച വിട്ടിരിക്കുകയാണ്. അത് 1 നടന്നുള്ളൂ. ബാക്കി 2 3 നടക്കാനുണ്ട്. എന്നിട്ട് അത് അസംബ്ലി വരും. അപ്പോഴാണ് ഈ കോലാഹലങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴേ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നു. ഈ ഒരു ആശങ്ക പത്രമാധ്യമങ്ങളിലൂടെ, മറ്റുള്ള മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാത്തിനും കൂടി നമ്മളത് അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മോഡേൺ മെഡിസിന് ഉപയോഗിക്കുന്ന മരുന്നിന്റെ ദോഷവശങ്ങൾ എണ്ണി പറഞ്ഞിട്ടില്ല എങ്കിൽ ജനം പോലും നമ്മളെ സഹിക്കുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, ഇപ്പൊ ഒരു ലഹളയ്ക്ക് പോകേണ്ട ഒരു കാര്യമില്ല. സമാധാനമായിട്ട് എന്തൊക്കെയാണ് പോയിന്റ്സിന്റെ നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും അടിക്കുറപ്പോടുകൂടി സബ് ഹെഡിങ്ങോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം. അത് ചെയ്യാതെ നമ്മളിപ്പോ ഒരു ലഹളയ്ക്ക് വേണ്ടി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി അത് നടത്തരുത് എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ.
അല്ല അത് ഇപ്പൊ ഈ ലത്തീഫ് സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഷാജി സാറേ ഒന്നുകൂടെ ആഡ് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ സിറ്റിംഗിന് ശേഷമാണ് നടത്തുള്ളൂ എന്ന ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ഒരു പ്രതിനിധി സംഘത്തിന് വാങ്ങുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റാം. സബ്ജക്ട് കമ്മിറ്റിയുടെ സമ്പൂർണ്ണ സിറ്റിംഗിന് ശേഷമാണ് അടുത്ത സെഷനിലാണ് ഈ ബില്ല് അവതരിപ്പിക്കാൻ വരുള്ളൂ എന്ന രീതിയിലുള്ള വസ്തുത അത് ഉറപ്പ് വാങ്ങാൻ നമുക്ക് മന്ത്രിയിൽ നിന്ന് പറ്റുമോ? അതിനൊരു പരിശ്രമം നടത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് നാളെ നിയമസഭയിലെ അവിടെ സ്റ്റാഫുണ്ട്, തിരക്കുമ്പോ അറിയാൻ പറ്റും. അല്ല, അതിന് ഇങ്ങനെ ഒരു പരിപാടി വേണ്ടല്ലോ. അതിന് നമ്മളൊരു അതിങ്ങനെ പരിപാടി നടത്തേണ്ട കാര്യമില്ല. നാളെ ഞാൻ നിയമസഭയിൽ തിരക്കിയിട്ട് പറയാം. അല്ല, പരിപാടിയുടെ ആവശ്യമില്ല. ഈ ചർച്ച ഈ രീതിയിലാവുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന്റെ ആവശ്യം ഇപ്പൊ നിലനിൽക്കുന്നു. നമ്മള് വെറുതെ ഏറെ നിന്നുള്ളൊരു ബഹളം നടത്തിയിട്ട് കാര്യമില്ല. ഇത് ബഹളം ഉണ്ടാക്കിയിട്ട് വേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. സബ്ജക്ട് കമ്മിറ്റിയുടെ സമ്പൂർണമായ സിറ്റിംഗിന് ഉറപ്പ് തരുമോ? അതിനുശേഷമാണോ ബില്ല് പാസ്സാവുള്ളൂ എന്ന ഒരു ജനകീയ ഉറപ്പ് അത് മന്ത്രിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രതിനിധി സംഘം അത് കുറച്ച് ഒച്ചപ്പാട് തന്നെ ഉടയേക്കാം. ജനകീയമായിട്ട് തന്നെ. അത് തന്നെ, നാളെ ഇത് നിയമസഭയിൽ സ്റ്റാഫ് ഉണ്ട്, അവരോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം കിട്ടും. അത് കഴിഞ്ഞിട്ട് അജിറ്റേഷൻ ഇത് ചെയ്താൽ മതി. നമ്മുടെ ഏറെ നിൽക്കുന്ന സ്ഥാനത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതല്ലേ കറക്റ്റ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെ പ്രതിഷേധമെന്നോ അജിറ്റേഷൻ എന്നോ വ്യാഖ്യാനിക്കരുത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ച പ്രശ്നമാവും. ഒരു ക്യാമ്പയിനിങ് എന്നുള്ള നിലയിലാവണം. ക്യാമ്പയിനിങ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്ററൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ. അങ്ങനെയാണെങ്കിൽ അനിൽ ഡോക്ടറെ പരിപാടിയുടെ സ്വഭാവം മാറ്റിയിട്ട് ജില്ലാ തലങ്ങളില് പൊതു യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ബില്ല്, ഇങ്ങനെ ഒരു കരട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രൂപത്തിലുള്ള പ്രചരണം. അല്ല, അതിന് പൊതുയോഗം തന്നെയാണ് നല്ലത്. പ്രചരണ യോഗങ്ങളായിരിക്കും നല്ലത് കേന്ദ്രങ്ങളിൽ. അതിന് ഏത് രീതിയിലുള്ള പ്രചാരണവും നമുക്ക് ചെയ്യാം. വാഹന പ്രചാരണമോ ജില്ലാതലത്തിലോ നമ്മുടെ ക്ലിനിക്കുകളിലോ ഇല്ല, ഏത് രീതിയാണ് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കി നമ്മുടെയൊക്കെ ക്ലിനിക്കുകളിൽ എക്സിബിറ്റ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിൾ ആയി. അത് കൃത്യമായിട്ട് അതാണ് ചെയ്യേണ്ടത്. അതിനൊരു മാറ്റർ തയ്യാറാക്കണം. പലരും നല്ല ഭംഗിയായിട്ട് ദേവൻ ഡോക്ടർ എല്ലാം കൂടെ വെച്ചൊരു ഒരു ഭംഗിയായിട്ടൊരു മാറ്റർ തയ്യാറാക്കുക. ഇത് നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാം. അത് ഒരൈറ്റം ഞാൻ പറഞ്ഞതാണ്. അൽകുമാർ ഡോക്ടറെ ചർച്ച ചെയ്ത് അങ്ങനെ അഭിപ്രായം വന്നതാണ്. കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതാണ് കയറാൻ പറ്റിയില്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച അല്ലാതെ നമ്മള് ഇപ്പൊ കിടന്നുകൊണ്ട് വാഹന പ്രചരണ ജാഥ പോലും അതിന്റെ ഇത് അറിഞ്ഞിട്ട് മതി. ചർച്ചയാകാം. കൂടിയായിട്ട് എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞിട്ട് നമുക്കിത് വൈകിട്ട് 11:15 നാളെ ഇതിന്റെ തുടർ ചർച്ച തന്നെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നാളെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റുകളെ കിട്ടുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലോ ഗസ്റ്റുകളെ കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം അതുകൊണ്ട് നമുക്ക് നാളെ ഗസ്റ്റുകളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു ടീമിനെ വെച്ചുകൊണ്ട് ഒരു കുറച്ചധികം പേരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അല്ലാതെ ഒരാളിന്റെ സംസാരം കേട്ടിരുന്ന് കളയാൻ നാളെ സമയമില്ല നമുക്ക്. ഒരാളല്ല, കൂടുതൽ പേരെ കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഈ സെലക്ട് കമ്മിറ്റിയിൽ ആരൊക്കെയാ ഉള്ളത് ഒന്നറിയാമോ? നമ്മുടെ ആലപ്പുഴയിലെ 2 MLA-മാരുണ്ട്. ആരാണ് 2 MLA-മാര്? ആലപ്പുഴ ജില്ലയിലെ പ്രതിഭ. അതുപോലെ തന്നെ ഈ പ്രതിഭ എന്റെ കൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ പ്രതിഭയെ ഞാൻ നേരിട്ട് കാണാം. പ്രതിഭയെ നമ്മളെ ഇവിടെ നമ്മുടെ സൂമിലൊക്കെ വിളിച്ചിട്ട് സമയം വന്നിട്ടില്ല. ഞാൻ ചെന്നാൽ എനിക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട്. എന്റെ പേഷ്യന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ശ്രമിക്കാം. അത് നല്ല കാര്യമല്ലേ? ആ രീതിയിൽ നമ്മൾ ശ്രമിക്കണം. ഞാൻ വിളിക്കുകയാണെങ്കിൽ എപ്പോഴും എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. വെരി ഗുഡ്. അതെ, അങ്ങനെ ഹരിഹരൻ സാറ് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി കാണണം. അങ്ങനെ ഇവിടെ വന്നാൽ എന്റെ കാറ് ഞാൻ ഡ്രൈവറെ. ഡോക്ടറെ, ഈ പറഞ്ഞ MLA-മാർ 2 പേരും സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളാണ്, സെലക്ട് കമ്മിറ്റി മെമ്പർമാരല്ല. സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളാണ്. ഈ ദലിമയായാലും പ്രതിഭയായാലും അവര് സബ്ജക്ട് കമ്മിറ്റിയാണ്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ നിന്ന് ഈ ബില്ല് വിഷയം പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണുള്ളത്. അതാരൊക്കെയാണ്? ആ സെലക്ട് കമ്മിറ്റിയാണ് ഇപ്പോ
സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സിറ്റിംഗാണ് കോഴിക്കോട് നടന്നത്. ഇനിയുള്ള സിറ്റിങ്ങുകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ സെലക്ട് കമ്മിറ്റി മെമ്പർമാരായിട്ട് ഡോക്ടറുടെ വീടിനടുത്ത് ഏറ്റവും അടുത്തുള്ളതെന്ന് പറയുന്നത് ചവറയിലെ MLA ആണ്. അദ്ദേഹത്തിനെ കാണാനുള്ള സോഴ്സ് എനിക്കുണ്ട്. ചവറയിലെ വിജയൻ പിള്ളയുടെ മകൻ സുജിത് വിജയൻ അദ്ദേഹത്തെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പൊ നമ്മളുടെ രീതി ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ വരികയാണെങ്കിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ നിന്നും മാറിയിട്ട് നിയമസഭയുടെ പരിഗണനയിലേക്ക് വരികയാണ് വിഷയം. അങ്ങനെ വരുമ്പോ നമ്മൾ മുഴുവൻ MLA-മാരെയും കാണണം എന്നുള്ള നിലയിലേക്ക് വരികയാണ്. അങ്ങനെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ ദലിമയെയും പ്രദീപയെയും അല്ലെങ്കിൽ മറ്റ് മന്ത്രി പ്രകാശിനെ അതുപോലുള്ള എല്ലാവരെയും MLA-മാരെ ഒക്കെ കാണാവുന്നതാണ്. നമുക്ക് നാളെ ഇത് അറിഞ്ഞതിന് ശേഷം അത് പ്രൊസീഡ് ചെയ്യാം. അതുപോലെ തീർച്ചയായും നാളെ അനിൽ ഡോക്ടറുടെ ശ്രമം കൊണ്ട് യാതൊന്നും അറിയാനില്ല. കാരണം ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു 11 ബില്ലുകളെ എടുക്കുക. അതിന് കവിച്ച് വെച്ചോണ്ട് ഇത് വരുമെന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. അത് ഉണ്ടോ ഇല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരക്കിയിട്ട് പറയാന്നാണ് ഈ പറഞ്ഞത്. തീർച്ചയായും അന്വേഷണങ്ങൾ തുടരട്ടെ. അതൊന്ന് കൺഫേം ചെയ്തോട്ടെ. ഹരിഹരൻ സാറ് പറഞ്ഞ സെലക്ട് കമ്മിറ്റി മെമ്പറെ കൊണ്ടുവന്നിട്ട് മറ്റന്നാളോ ചർച്ച സൂം മീറ്റിംഗിൽ ചർച്ച കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുണ്ടോ? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇത് നിയമസഭയിൽ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അജിറ്റേഷൻ വരുന്നത്. അപ്പോഴേ ജനം ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ നാളെ ജാഥ നടത്തി അത് തീർന്നു. അങ്ങനെയാണെങ്കിൽ സെലക്ട് കമ്മിറ്റി സബ്ജക്ട് കമ്മിറ്റി എന്നൊക്കെ ഒന്നും പരിഗണിക്കണ്ട. നമുക്കിപ്പോ ഹരിഹരൻ ഡോക്ടർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന എത്ര MLA-മാരുണ്ടോ അവരിൽ ആർക്കൊക്കെ നമ്മളുടെ സൂമിൽ വരാൻ പറ്റുമോ അവരെ നാളെയോ മറ്റന്നാളോ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോളുക. അത് ഹരിഹരൻ ഡോക്ടർ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഈ സൂം മീറ്റിംഗിൽ വരുന്നതിനെക്കാട്ടിൽ പേഴ്സണലായിട്ട് ചെന്നാൽ അവർക്ക് അവരുടെ ടൈം ചോദിച്ച് അവിടെ ചെന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും IFPH-ന്റെ ഇതിനെപ്പറ്റി ബില്ലിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാള് എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ പ്രതിഭയായിട്ട് നമുക്ക് പ്രതിഭ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് അവിടെ വെച്ച് പറയാം. ഈ സൂം മീറ്റിംഗിൽ വരുന്നതിനെക്കാട്ടിലും നല്ലത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണൽ കോണ്ടാക്ട്സ് ആണ് എപ്പോഴും നല്ലത്. എവിടെയാണ് സാറേ സ്ഥലം എവിടെയാണ്? യഹ്യ ഡോക്ടറും പിന്നെ ബാബുരാജ് ഡോക്ടറും ബിന്ദുരാജ് ഡോക്ടറും തിരിച്ചു പറഞ്ഞോട്ടെ. ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തിപരമായിട്ട് ചെന്ന് കാണുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും. അവർ നമ്മളോട് ചില കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നുള്ളത് ശരിയാണ്. അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. പക്ഷെ നമ്മൾ വരുമ്പോ ഒരു പബ്ലിക്കിനോട് കമ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമായി മാറും. പബ്ലിക്കിനോടാണ് അവർ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് വരും. പിന്നെ ഒന്നിലധികം MLA-മാരുണ്ടെങ്കിൽ ഈ ഞാനുമുണ്ട് നീയുമുണ്ട് നമ്മളുണ്ട് എന്ന് ഇവർക്ക് പരസ്പരം പറയാൻ കഴിയുന്ന ഒരവസരവുമുണ്ട്. അതുകൊണ്ട് ബാബുരാജ് ഡോക്ടറെ ഈ സൂം മീറ്റിംഗിന് മുന്നേ ഇങ്ങനെ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം സൂം മീറ്റിംഗിലേക്ക് വിളിക്കുന്നതല്ലേ കൂടുതൽ ഫലപ്രദമാവുക? രണ്ടിനും പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഹരിഹരൻ ഡോക്ടർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കാണാം. അതിനെ തൊട്ടടുത്തുള്ള ഡോക്ടർമാരെ നമ്മുടെ IFPH-ന്റെ പ്രവർത്തകർ ചേർന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ പ്രതിഷേധത്തിന്? ഇങ്ങനെ ഇത്തരം കരട് കുടുങ്ങിയ വിഷയം ഉള്ളത് കൊണ്ട് ഈ പ്രചരണത്തിന് ഊർജം കുറക്കുന്നത് എന്തിനാണ്? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു പരിപാടി ഒരു പരിപാടി നിങ്ങൾ പറയുന്ന ശ്രദ്ധ ക്ഷണിക്കപ്പോ ഏത് പരിപാടി ആയാൽ പോലും ആ പരിപാടിയായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? തുടർന്ന് ചർച്ച ചെയ്തോളൂ. ഇന്ന് ആ വിഷയം വിട്. നമുക്കിത് വിഷയം വിടുന്നതിന് മുമ്പിട്ട് അല്ല, നിങ്ങൾ അവസാന നിമിഷം വിഷയം ട്വിസ്റ്റ് ആയതുകൊണ്ട് ഒരു 100 ചില്ലാടം ആളുകൾ ഉള്ള സമയത്തുള്ള വിഷയം മൂടല്ല ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത്. ഇത് രണ്ടും അസ്ഥാനത്താവുന്നുണ്ട്. അപ്പോ 9 മണിയായുള്ളൂ, ഇവിടെ 11:15. നിൽക്കട്ടെ. അല്ല, നിങ്ങൾ അനിശ്ചിതത്തിൽ എപ്പോഴും നിങ്ങൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുന്ന സ്വഭാവം കാണുന്നുണ്ട് പലപ്പോഴും. അതായത് പരിപാടിയുടെ സ്വഭാവം മാറുക എന്നല്ലാതെ പ്രചരണത്തിനോ പ്ലാൻ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾക്കോ ഒരു കുറവും വരുത്തേണ്ടതില്ല. കാരണം കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതേ സ്റ്റാറ്റസിലാണ് നിലനിൽക്കുന്നത്. അപ്പം ഈ രീതിയിൽ അതേ ഗൗരവത്തോടു കൂടി വരുന്ന ബില്ലിന് പാസ്സാകുന്നതിന് മുന്നേ തന്നെ ജനങ്ങളെ ജാഗ്രതമാക്കുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആയിട്ട് മുന്നോട്ട് പോകുക IFPH എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്.
ഫൈസലെ നാളെ തീരുമാനിക്കാം. ഇന്ന് സാറിന് ഇടയ്ക്ക് സാങ്കേതിക തടസ്സം വന്ന് സാറിന് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് സാറ് വരാത്തത്. സാറ് ഔട്ടായിപ്പോയി. നാളെ സാറിന്റെ കൂടെ സാന്നിധ്യത്തിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോ കുടിയേറ്റ ഒന്ന് വൈൻഡപ്പ് ചെയ്തേ. നമ്മള് ഫൈസലെ ഒരു മിനിറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് നാളെ അനിൽകുമാർ ഡോക്ടറിന്റെ ആ ഒരു ഒപ്പീനിയനും കൂടെ കേട്ടിട്ട് നമുക്ക് ഏതായാലും ഫൈസൽ പറഞ്ഞ പോലെ നമ്മുടെ ഇതിന്റെ തീവ്രതയ്ക്ക് കുറയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധ്യമായ എല്ലാവരെയും വെച്ച് എല്ലാ അധികാരികളെയും പൊതുജനത്തെയും ഈ ബില്ലിന്റെ അപാകത, ഈ കരട് ബില്ലിന്റെ അപാകതകളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും ആ കരട് ബില്ലില് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിശ്ചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളെയും അധികാരികളെയും വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ച് കരട് ബില്ലായിട്ട് ഇരിക്കുമ്പോൾ അധികാരികളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. നമ്മുടെ തീക്ഷ്ണത ഒട്ടും കുറയ്ക്കേണ്ട കാര്യമില്ല. അതിതീക്ഷ്ണതയോടെ തന്നെ അധികാരികളെ പ്രയോറിറ്റൈസ് ചെയ്തും എന്നാൽ പൊതുജനങ്ങളെ ഉൾപ്പെടെ ഇത് ഈ കരട് ബില്ലിലെ അപാകതകൾ ബോധ്യപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഇപ്പോ വരെ നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന. ആ ലക്ഷ്യവുമായിട്ട് നമ്മൾ തീവ്രതയോടെ തന്നെ മുന്നോട്ട് പോകുക. ഒരു അമാന്തം പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നിയമസഭയോ സെലക്ട് കമ്മിറ്റിയോ സബ്ജക്ട് കമ്മിറ്റിയോ ഒന്നും തീരുമാനിക്കുന്നതല്ല. ഈ നിയമസഭയ്ക്ക് വെളിയിലുള്ള ശക്തികൾ ചെയ്യുന്ന സംഗതികളാണ് ഇതൊക്കെ. ഇവരുടെ പരിധികളൊക്കെ പരിമിതമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ നമ്മൾ പരമാവധി പ്രഷർ അധികാരികളുടെ അടുത്ത് കൊടുത്ത് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് അവരെ മുന്നിൽ നിർത്തി കൊടുത്തിയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നിയമവഴികളിലൂടെ എല്ലാ വഴിയിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മൾ അഭിപ്രായ സ്വരൂപീകരണവും വേണ്ട എല്ലാവിധ പോരാട്ടങ്ങളും നടത്തുന്നതിനുള്ള മാനസികവും വൈകാരികവും എല്ലാമായ തയ്യാറെടുപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ ചർച്ച ഇത്രയും വൈകി. നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങളോടെ നമുക്ക് ചർച്ച ചെയ്യാം, കൂടുതൽ അറിവോടെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റന്നാൾ മുതൽ നമുക്ക് സെലക്ട് കമ്മിറ്റി മെമ്പേഴ്സിനെ വെച്ച് മറ്റന്നാൾ നമ്മൾ മീറ്റിംഗ് നടത്തുന്ന സൂം മീറ്റിംഗ് നടത്തുന്ന രീതിയിൽ നമുക്ക് പ്ലാനിങ്ങും അതുപോലെ തന്നെ അവരെ സംഘടിപ്പിക്കാനുള്ള ശ്രമവും എല്ലാവരും നടത്തുക. ഇത്ര എനിക്ക് കൺക്ലൂസീവായിട്ട് പറയാനുള്ളൂ. ഇന്ന് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഡോക്ടറെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. നാളെ ആ നോട്ടീസിന്റെ ഒരു ഫോർമാറ്റ് ഒന്ന് ഇടാൻ പറ്റുമോ വാട്സ്ആപ്പ് ഗ്രൂപ്പില്? അത് നമ്മള് ബാബുരാജ് ഡോക്ടറെ നമുക്കൊരു ഫോർമാറ്റ് എല്ലാ മീറ്റിംഗിലും ഡോക്ടറെ അത് നാളത്തെയും ഈ ചർച്ച കൂടി കഴിഞ്ഞിട്ട് നമുക്കിതിന്റെ സ്വഭാവം പറഞ്ഞാലല്ലേ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ബാബു ഡോക്ടർ, നിലവിൽ നിങ്ങളൊരു മെമ്മോറാണ്ടം കയ്യിലില്ലേ? അതിനെപ്പറ്റി വ്യക്തമായ ഒരു ചിത്രം നൽകുന്ന ഒരു ഡോക്യുമെന്റ് കയ്യിലില്ലേ നിലവിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന? ഏതൊക്കെ മിക്സ് ചെയ്യണമെന്നുള്ളതല്ല വിഷയം. നമ്മൾ എങ്ങനെ എന്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഏത് രീതിയിലാണ് നമ്മളത് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ചർച്ചയിൽ രൂപപ്പെട്ടു വന്നതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നാളത്തെ ചർച്ചയും കൂടെ തീരുമാനം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോട്ടീസും പോസ്റ്ററും ഡ്രാഫ്റ്റ് ചെയ്യാം. അതേ പറ്റുള്ളൂ. നാളെ ഒക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും MLA-മാരെ നാളത്തെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് പക്ഷേ അത് ആദ്യത്തെ ഒരു അരമണിക്കൂർ നേരത്തെ പരിപാടി ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇന്നത്തെ ഇതിന്റെ തുടർ ചർച്ച നടത്തേണ്ടതുണ്ട്, പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, പരിപാടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. വേണം നാളെ പ്ലാൻ ചെയ്യാൻ. തീർച്ചയായും ഇന്നത്തെ സെഷന് നന്ദി പറയാനായിട്ട് സുരേഷ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. വളരെ നല്ല ഒരു പ്രാക്ടിക്കലി വളരെ പ്രയോജനമുള്ള ഒരു ചർച്ചയായിരുന്നു ഇന്ന്. എല്ലാ ഡോക്ടേഴ്സിനും, ഇതിൽ പങ്കെടുത്ത ഡോക്ടേഴ്സിനും അല്ലാതെ ഹോമിയോപ്പതിക് വെൽ വിഷേഴ്സിനും എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നാളെയും ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതോടെ നമ്മുടെ 710ാമത് ദിന മലയാള വിഭാഗ വെബിനാറും ഇവിടെ സമാപിക്കുകയാണ്. നാളെ 8 മണിക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി.